എല്ലാ കൂട്ടുകാർക്കും പുതിയൊരു ക്ലാസ്സിലേക്ക് വീണ്ടും സ്വാഗതം. നമ്മൾ സുപ്രധാന നിയമങ്ങളുടെ ക്ലാസ്സിൽ ഇങ്ങനെ നല്ല രീതിയിൽ പോയിക്കൊണ്ടിരിക്കുന്നുണ്ട് അല്ലേ? നമ്മൾ ഓർഡർ ആയിട്ട് പഠിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. ആ പഠനം എന്ത് ചെയ്യുക? നല്ല രീതിയിൽ പഠിക്കുക, നല്ല രീതിയിൽ റിവിഷൻ ചെയ്യുക. എപ്പോഴും ക്ലാസ് എടുക്കുന്ന സമയത്ത് റിപ്പീറ്റേഷൻ ഇങ്ങനെ കൊടുത്തുകൊണ്ടേയിരിക്കുന്നത്, റിവിഷൻ ചെയ്യൂ എന്ന് പറഞ്ഞത് അങ്ങനെ ഒരു 10 പ്രാവശ്യമെങ്കിലും ഒരാൾ ഇങ്ങനെ പ്രസ് ചെയ്യാനുണ്ടെങ്കിൽ എന്ത് ചെയ്യും? നമ്മളത് കേൾക്കും അല്ലേ? അതുകൊണ്ടാണ് ഞാനിത് റിപ്പീറ്റ് ചെയ്ത് പോണത്. അപ്പോൾ നമ്മൾ കേരള ഭരണ സംവിധാനം കംപ്ലീറ്റ് ആയിട്ടുണ്ട്, എക്കണോമിക്സ് നമ്മുടെ കംപ്ലീറ്റ് ആയിട്ടുണ്ട്. ഇനിയിപ്പോൾ നമ്മൾ ഏതാ എടുക്കുന്നത്? സുപ്രധാന നിയമങ്ങളുടെ ക്ലാസ് പോയി കഴിഞ്ഞു. ഇതിൽ ഒന്നാമത്തെ മൊഡ്യൂളിൽ എടുത്തു കഴിഞ്ഞു. ഇന്ന് നമ്മൾ ഈ രണ്ടാമത്തെയാണ് എടുക്കുന്നത്. പ്രൊട്ടക്ഷൻ ഓഫ് കൺസ്യൂമേഴ്സ്, റൈറ്റ്സ് ഓഫ് കൺസ്യൂമേഴ്സ്, അതായത് ഉപഭോക്തൃ സംരക്ഷണ നിയമം അല്ലേ? PSC ആയിട്ട് അടുത്ത് നടന്നിട്ടുള്ള എല്ലാ എക്സാമുകളിലും പുതിയ രീതി വന്നൂലേ നമ്മുടെ എക്സാമിന്. അതിനുശേഷം ഈ ഉപഭോക്തൃ സംരക്ഷണ നിയമത്തിൽ നിന്ന് നല്ല രീതിയിൽ ക്വസ്റ്റ്യൻസ് എന്ത് ചെയ്യാറുണ്ട്? ചോദിക്കാറുണ്ട്. അപ്പോൾ ഒരു മാർക്ക് നമുക്ക് എന്തായാലും ഈ ഭാഗത്ത് നിന്ന് ഉറപ്പായിരിക്കും. അപ്പോൾ അതിൻ്റെതായിട്ടുള്ള ഇമ്പോർട്ടൻ്റ് ഈ ടോപ്പിക്കിനുണ്ട്. ക്ലാസ് എടുക്കുന്ന സമയത്ത് നല്ല രീതിയിൽ ശ്രദ്ധിക്കുക കേട്ടോ. അതുപോലെ നമ്മൾ ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ, അതുപോലെ ഇന്ത്യൻ ജോഗ്രഫി കുറച്ച് കംപ്ലീറ്റ് ആക്കാനുണ്ട്. പിന്നെ ഇന്ത്യൻ ഹിസ്റ്ററിയിൽ നിന്ന് നല്ലൊരു ക്ലാസ്, 3 ക്ലാസ് ഞാൻ ഹിസ്റ്ററിയിൽ ഇട്ടിട്ടുണ്ട്. അതിൽ നിന്ന് നമുക്ക് ഇന്ത്യൻ ഹിസ്റ്ററിയിൽ നിന്നുള്ള മാർക്ക് സ്കോർ ചെയ്യാനായിട്ട് സാധിക്കും. ഓക്കെ, പിന്നെ ഹോട്ട് ടോപ്പിക്സുകൾ ഇടുന്നുണ്ട്, അതുപോലെ പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പർ ഇടുന്നുണ്ട്. അപ്പോൾ GK വിഭാഗത്തിൽ നിന്ന് എങ്ങനെയാണ് പഠിച്ച മാർക്ക് സ്കോർ ചെയ്യാൻ കഴിയുക, ആ രീതിയിലാണ് എന്ത് ചെയ്യുന്നത്? ക്ലാസ് പോകുന്നത്. 24 ക്വസ്റ്റ്യൻ പേപ്പർ 2023 നടന്നിട്ടുള്ളത് ഇട്ടിട്ടുണ്ട്. ഇനിയും വരും, തുടർച്ചയായിട്ട് ക്ലാസ്സുകൾ എന്ത് ചെയ്യും? പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പർ വരും. മസ്റ്റ് ആണ് കേട്ടോ, ഒരു പഠനം എന്ന് പറയുന്നത് മസ്റ്റ് ആണ്. അപ്പൊ നമുക്ക് ഇന്ന് ഉപഭോക്തൃ സംരക്ഷണ നിയമത്തിന്റെ ക്ലാസ്സിലേക്ക് പോകാം. നല്ല രീതിയിൽ ഒരു എന്താ പറയാ, നമുക്കൊരു കുറച്ച് ഇതാക്കുന്ന ഒരു ടോപ്പിക്കാണ്. നമുക്ക് കുറച്ച് നേരം കഴിയുമ്പോൾ തന്നെ നമുക്ക് ഇങ്ങനെ ഇതാകും. അപ്പൊ എന്ത് ചെയ്യാം? ഒരു പകുതി കണ്ട ശേഷം ഒരു ബോറടിക്കുന്നു എന്ന് കണ്ട അപ്പോൾ ഓഫ് ചെയ്യുക. അല്ലാണ്ട് ഇത് ഞാൻ ഇന്ന് ക്ലാസ് കംപ്ലീറ്റ് ചെയ്യും പറഞ്ഞുകൊണ്ട് അങ്ങനെ ഇരിക്കരുത് കേട്ടോ. നന്നായിട്ട് പകുതി പഠിച്ചു കഴിഞ്ഞ ശേഷം ഒന്ന് ഓഫ് ചെയ്ത് ഒന്ന് റിലാക്സ് ചെയ്തിട്ട് ബാക്കി പകുതി എന്ത് ചെയ്യുക? വീഡിയോ കണ്ടിട്ട് പോയാൽ മതി. അതായത് നമ്മളങ്ങനെ എന്താണ്, കുറച്ചൊത്തിരി കഷ്ടമുള്ള ടോപ്പിക്കാണ് പഠിക്കാൻ. അപ്പോൾ അത് മനസ്സിലാക്കുക. നല്ല രീതിയിൽ മനസ്സിലാക്കിയിട്ട് പോയി കഴിഞ്ഞാൽ, മനസ്സിലാക്കി പഠിച്ചാൽ എളുപ്പമാണ്. കാണാപ്പാഠം പഠിക്കുകയാണെങ്കിൽ അത് കഷ്ടമാണ്. ഓക്കെ, അപ്പോൾ നമുക്ക് ക്ലാസ്സിലേക്ക് പോവാം. ഉപഭോക്തൃ സംരക്ഷണ നിയമം ഈ വർഷം ആദ്യം പഠിക്കണം. 1986. ഓക്കെ, എന്താണ് ഉപഭോക്തൃ സംരക്ഷണ നിയമം എന്ന് പറയുന്നത്? ഉപഭോക്താവിന്റെ അവകാശങ്ങൾ സ്പഷ്ടമായി നിർവചിക്കുകയും ഉപഭോക്തൃ സംരക്ഷണത്തിനായിട്ട് ഇന്ത്യയിൽ പ്രത്യേകം നീതിന്യായ സംവിധാനങ്ങൾ സ്ഥാപിതമാകുകയും ചെയ്തതിന് കാരണമാകുകയും ആയ നിയമമാണ് ഉപഭോക്തൃ സംരക്ഷണ നിയമം എന്ന് പറയുന്നത്. മനുഷ്യന്റെ ആവശ്യങ്ങൾ തൃപ്തിപ്പെടുത്തുന്നതിനായിട്ട് സാധനങ്ങളുടെയും സേവനങ്ങളുടെയും മൂല്യം ഉപയോഗിക്കുന്നതിനാണ് ഉപഭോഗം അഥവാ കൺസംഷൻ എന്ന് പറയുന്നത്. എന്താണ് ഉപഭോഗം എന്ന് ചോദിച്ചാൽ, മനുഷ്യന്റെ ആവശ്യങ്ങൾ തൃപ്തിപ്പെടുത്തുന്നതിനായി സാധനങ്ങളുടെയും സേവനങ്ങളുടെയും മൂല്യം ഉപയോഗിക്കുന്നതിനെ ഉപഭോഗം എന്ന് പറയുന്നു. ഇനി എന്താണ് ഉപഭോക്താവ്? ഇങ്ങനെയുള്ള ക്വസ്റ്റ്യൻസ് ആയിരിക്കും നമുക്ക് സ്റ്റേറ്റ്മെന്റ് ലെവൽ ക്വസ്റ്റ്യൻ വരുമ്പോൾ. ഈ ഉപഭോക്തൃ സംരക്ഷണ നിയമത്തിലൊക്കെ പ്രീവിയസ് ആയിട്ട് ചോദിച്ചതൊക്കെ ഇങ്ങനെയുള്ള കാര്യങ്ങൾക്കാണ് ചോദ്യം വരുന്നത്. അവിടെ നമ്മൾക്ക് എന്തായാലും എക്സാം ഹാളിൽ നമ്മുടെ മാനസികാവസ്ഥയൊക്കെ നമുക്ക് അറിയാം അല്ലേ? അപ്പോൾ നമ്മൾ എന്താണ് ഇതിന് പരിഹാരം? നമ്മുടെ മാനസികാവസ്ഥ എക്സാം ഹാളിൽ മാറ്റണമെങ്കിൽ നമുക്ക് 100% ഒന്നും നമുക്ക് മാറ്റാൻ കഴിയില്ല. നമ്മളൊക്കെ അരിയാഹാരം കഴിക്കുന്ന ആൾക്കാരാണ് അല്ലേ? നമുക്കൊക്കെ എന്താണ്, കുറച്ച് വികാരങ്ങളും ഒക്കെ നമുക്ക് ഉണ്ടാകും. പക്ഷെ നല്ല രീതിയിൽ നമ്മൾ റിവിഷൻ അടിച്ചാൽ നമുക്ക് എന്ത് ചെയ്യാന്നറിയോ? നല്ല രീതിയിൽ റിവിഷൻ പോയിട്ടുണ്ടെങ്കിൽ നമ്മുടെ വികാരങ്ങൾക്ക് കുറച്ചൊന്ന് കുറയ്ക്കാനായിട്ട് നമുക്ക് സാധിക്കും. ഓക്കെ, ഇനി എന്താണ് ഉപഭോക്താവ് എന്ന് പറയുന്നത്? വില കൊടുക്കാമെന്ന കരാറിലോ സാധനങ്ങൾ വാങ്ങി ഉപയോഗിക്കുന്ന ആൾ ഉപഭോക്താവ്. നമ്മളിപ്പോൾ ഒരു കടയിൽ പോയിട്ട് എന്ത് ചെയ്യും? പൈസ കൊടുത്തിട്ട് സാധനം വാങ്ങിക്കും. അല്ലെങ്കിൽ നമ്മൾ എന്ത് പറയും? നാളെ തരാട്ടോ എന്ന് പറഞ്ഞിട്ട് നമ്മൾ സാധനങ്ങൾ വാങ്ങിക്കും. അങ്ങനെയല്ലേ? അങ്ങനെ സാധനങ്ങൾ വാങ്ങി ഉപയോഗിക്കുന്ന ആളാണ്. അപ്പൊ നമ്മൾ ആരായി അവിടെ? നമ്മൾ ഉപഭോക്താവായിട്ട് മാറിയില്ലേ? അങ്ങനെ എന്ത് ചെയ്ത് കാണാപ്പാഠം പഠിക്കേണ്ട. ഇരുന്ന് ഉപഭോക്താവ് വില കൊടുക്കാമെന്ന കരാറിലോ സാധനങ്ങൾ വാങ്ങി ഉപയോഗിക്കുന്ന ആളാണ് ഇങ്ങനെ പഠിച്ചാൽ അവിടെ എന്ത് ഉപഭോക്താവ്? എക്സാം ഹാളിലൊക്കെ ഉപഭോക്താവായിട്ട് മാറിയിട്ട് വേറൊരാളായിട്ട് മാറും. ഓക്കെ, അപ്പൊ അങ്ങനെ പഠിക്കരുത്. ഇപ്പൊ ഞാൻ ഉദാഹരണം പറഞ്ഞില്ലേ, നമ്മളൊരു ഷോറൂമിലേക്ക് പോണു, നമ്മൾ എന്ത് ചെയ്യുന്നു? സാധനങ്ങൾ പൈസ കൊടുത്ത് വാങ്ങിക്കുന്നു. അപ്പൊ നമ്മൾ അവിടെ ആരായി? ഉപഭോക്താവായി. അല്ലെങ്കിൽ നാളെ പൈസ തരാമെന്നോ ഇതിൽ പറയുന്നു. അപ്പൊ നമ്മൾ എന്നിട്ട് എന്ത് ചെയ്യും? നാളെ പൈസ കൊടുക്കുന്നു. അപ്പോൾ നമ്മൾ അവിടെ എന്ത് തന്നെയാണ്? ഉപഭോക്താവ് തന്നെ ആണ്. ഉപഭോക്താക്കളുടെ ആവശ്യങ്ങൾ സഫലീകരിക്കുന്നത് അതിനെ എന്ത് പറയും? സംതൃപ്തി എന്ന് പറയും. ഇപ്പൊ നമ്മളൊരു ഫ്രിഡ്ജ് വാങ്ങിച്ചു എന്ന് വെക്കാം. നമ്മൾ ഫ്രിഡ്ജൊക്കെ വീട്ടിൽ കൊണ്ടുവന്നു, അതിന്റെ ഭംഗിയൊക്കെ ആസ്വദിച്ചു, നമ്മൾ നല്ല രീതിയിൽ അത് യൂസ് ചെയ്യുന്നുണ്ട്. നമ്മൾ പറയില്ല, നല്ല ഫ്രിഡ്ജാണ്, നല്ല കമ്പനിയാണ്, നല്ല ക്വാളിറ്റിയാണ്, ഓക്കെ, നല്ല തണുപ്പ്,
അങ്ങനെ എന്നൊക്കെ പറയില്ലേ. അപ്പൊ നമുക്ക് എന്ത് കിട്ടി അവിടെ ഒരു സംതൃപ്തി കിട്ടിയില്ലേ. ഇനി ഇവിടെ ഈ വർഷവും മാസവും ഡേറ്റും ശ്രദ്ധിക്കണം. 1962 മാർച്ച് മാസം 15-ാം തീയതിയാണ് ലോക ഉപഭോക്തൃ അവകാശ ദിനം. മാർച്ച് 15 ലോക ഉപഭോക്തൃ അവകാശ ദിനവും ഡിസംബർ 24 ദേശീയ ഉപഭോക്തൃ അവകാശ ദിനവും. മനസ്സിലായല്ലോ. മാർച്ചും ഡിസംബറും. മാർച്ച് 15 ലോക ഉപഭോക്തൃവകാശ ദിനം, ഡിസംബർ 24 ദേശീയ ഉപഭോക്തൃവകാശ ദിനം. ഇവിടെ ഈ 1962 മാർച്ച് മാസം 15-ാം തീയതി ലോക ഉപഭോക്തൃ അവകാശ ദിനം എന്ന് നമ്മൾ പറഞ്ഞു. അത് എന്തുകൊണ്ടാണ് ഈ ലോക ഉപഭോക്തൃ അവകാശ ദിനമായിട്ട് ഈ മാർച്ച് 15-നെ തിരഞ്ഞെടുക്കാൻ കാരണം? അതായത് അന്നത്തെ പ്രസിഡന്റ് ആയിരുന്നിട്ടുള്ള JF കെന്നഡി JF കെന്നഡി US പാർലമെന്റിൽ, ഏത് പാർലമെന്റിലാണ്? US പാർലമെന്റിൽ ഉപഭോക്തൃ അവകാശങ്ങളെ കുറിച്ചിട്ട് ഒരു പ്രസംഗം നടത്തി. ഇത്തരം വിഷയത്തില് ആദ്യമായിട്ട് എന്ത് ചെയ്യണ സംസാരിക്കുന്ന ഒരു നേതാവായിരുന്നു ആര്? JF കെന്നഡി. അതായത് ഈ ഉപഭോക്തൃ അവകാശ ദിനത്തെ കുറിച്ചിട്ട് ആദ്യമായിട്ടാണ് ഒരു വ്യക്തി എന്ത് ചെയ്യുന്നത്, സംസാരിക്കുന്നത്. അത് ആരായിരുന്നു? JF കെന്നഡി ആയിരുന്നു. അതുകൊണ്ട് അദ്ദേഹം ഏത് ദിവസമാണ് പ്രസംഗിച്ചത്? 1962 മാർച്ച് മാസം 15. അതുകൊണ്ട് എന്ത് ചെയ്തു? ആ പ്രസംഗ ദിനം തന്നെയാണ് ലോക ഉപഭോക്തൃ അവകാശ ദിനമായിട്ട് തെരഞ്ഞെടുക്കാനും കാരണം. ഇനി 2022 എന്തായിരുന്നു തീം? ലോക ഉപഭോക്തൃ അവകാശ ദിനത്തിന്റെ തീം എന്ന് പറയുന്നത് ഫെയർ ഡിജിറ്റൽ ഫിനാൻസ്. ഇതാണ് ഫെയർ ഡിജിറ്റൽ ഫിനാൻസ്, നീതിപൂർവമായ ഡിജിറ്റൽ ധനകാര്യം. പിന്നെ 2021 ടാക്ലിംഗ് പ്ലാസ്റ്റിക് പൊല്യൂഷൻ. ഓക്കെ. ഇനി ഡിസംബർ 24 ദേശീയ ഉപഭോക്തൃ അവകാശ ദിനമായിട്ട് എന്ത് ചെയ്യുന്നു? ആചരിക്കുന്നു അല്ലെ. 1986 ഡിസംബർ 24-നാണ് ഇന്ത്യയില് ഉപഭോക്തൃ സംരക്ഷണ നിയമം നിലവിൽ വന്നത്. ഇന്ത്യയില് ഉപഭോക്തൃ സംരക്ഷണ നിയമം നിലവിൽ വന്നത് എപ്പോന്ന് ചോദിച്ചാൽ പ്രീവിയസ് ആണ് കേട്ടോ, ഒരുപാട് പ്രാവശ്യം ചോദിച്ചിട്ടുണ്ട്. 1986 ഡിസംബർ 24. അങ്ങനെ 1986 ഡിസംബർ 24 വന്ന ഉപഭോക്തൃ സംരക്ഷണ നിയമമാണ് എന്ത് ചെയ്തത്? പിന്നീട് കുറച്ച് ഭേദഗതികളൊക്കെ ചെയ്ത് കുറച്ച് മാറ്റങ്ങളൊക്കെ വരുത്തി 2019 ഉപഭോക്തൃ സംരക്ഷണ നിയമം എന്ന് പുതിയതായിട്ട് എന്ത് ചെയ്തു? പുതിയ ഭേദഗതികളൊക്കെ അതിൽ വരുത്തിയിട്ട് കുറെ മാറ്റങ്ങളൊക്കെ എന്ത് ചെയ്തു? അതിൽ വരുത്തി. ഓക്കെ. നമ്മുടെ കഷ്ടകാലം അല്ലേ, നമ്മുടെ കഷ്ടകാലം നമുക്ക് എന്ത് ചെയ്യണം? 1986 ഉപഭോക്തൃ സംരക്ഷണ നിയമം മാത്രമാണെങ്കിൽ അത് പഠിച്ച് സുഖമായിട്ട് മാർക്ക് വാങ്ങിക്കായിരുന്നു. ഇപ്പൊ എന്ത് ചെയ്തു? ഈ 2019 വന്നതോട് കൂടിയിട്ട് നമുക്ക് എന്ത് ചെയ്തു? കുറെ നല്ല രീതിയിൽ പഠിക്കാൻ ഉണ്ട് അല്ലേ. ഓക്കെ. നമുക്ക് എന്തായാലും പഠിച്ചേ പറ്റൂ. ഒരു മാർക്ക് നമുക്ക് വേണ്ടേ, കളയാൻ പറ്റില്ലല്ലോ. ഓക്കെ. അപ്പോ ഡിജിറ്റൽ യുഗത്തിൽ എന്തിനാണ് ഈ 2019 ഇങ്ങനെ ഭേദഗതി കൊണ്ടുവരാൻ കാരണം? അതില് കുറെ മാറ്റങ്ങൾ വരുത്തണം എന്ന് തോന്നി. അതുകൊണ്ട് അത് ഇങ്ങനെ വരുത്താനുള്ള കാരണം എന്താന്ന് ചോദിച്ചാൽ ഇന്നത്തെ ഡിജിറ്റൽ അല്ലേ, ഇന്നിപ്പോ എന്താണ്, എല്ലാം ഡിജിറ്റൽ ആണ് അല്ലേ. ഇന്നത്തെ ഡിജിറ്റൽ യുഗത്തില് ഒരു ഉപഭോക്താവിന്റെ എങ്ങനെയാണ് ഇന്നത്തെ ഡിജിറ്റൽ യുഗത്തില് ഉപഭോക്താവിന്റെ സംസ്കാരവും വ്യാപാര രീതികളൊക്കെ അതുപോലെ ഉപഭോക്തൃ പ്രതീക്ഷകളൊക്കെ എന്ത് ചെയ്യുന്നു? മാറി കഴിഞ്ഞു അല്ലെ. പഴയ ഒരു ബിസിനസ് രീതിയാണോ ഇന്നുള്ളത്? അല്ലെങ്കിൽ നമ്മുടെ ചിന്ത ഇന്ന് നമ്മൾ എന്താണ്, എന്ത് സാധനം നമ്മൾ ഓർഡർ ചെയ്യും ഇല്ലേ. ഓക്കെ. നമ്മൾ ഓർഡർ ചെയ്തിട്ടാണ് എന്ത് ചെയ്യുക? സാധനങ്ങൾ വാങ്ങിക്കുക. ഫുഡ് കഴിക്കണം തോന്നുന്നു, ഫുഡ് ഓർഡർ ചെയ്യണം. ഓക്കെ. ഞാൻ ചെയ്യാറില്ല കേട്ടോ. ഓക്കെ. ഞാനത് പറഞ്ഞേ ഉള്ളൂ. ഓക്കെ. നമ്മളെല്ലാം എന്താണ്, നമ്മുടെ ഡിജിറ്റൽ ആയാലും എല്ലാം നമ്മൾ ഡിജിറ്റൽ യുഗത്തിലേക്ക് കഴിഞ്ഞു. ഇത് മുന്നിൽ കണ്ടുകൊണ്ടാണ് ഈ ഡിജിറ്റൽ യുഗത്തിൽ എന്ത് ചെയ്യുന്നത്? ഉപഭോക്താക്കൾ നേരിടുന്ന പുതിയ വെല്ലുവിളികളെ ഉപഭോക്താക്കൾ നേരിടുന്ന പുതിയ വെല്ലുവിളികളെ അഭിമുഖീകരിക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഇന്ത്യൻ പാർലമെന്റ് ഉപഭോക്തൃ സംരക്ഷണ നിയമം 2019 പാസാക്കിയത്. ലോകസഭ പാസാക്കിയത് ഫസ്റ്റ് ലോകസഭയാണ്. 2019 ജൂലൈ 30 ലോകസഭ പാസാക്കി. ഓഗസ്റ്റ് 6 രാജ്യസഭ പാസാക്കി. 6 തിരിച്ചിട്ടേ 9. അപ്പൊ അവിടെ ആരായിരിക്കും വരിക? രാഷ്ട്രപതി ഒപ്പുവെച്ചു അല്ലെ. ഓഗസ്റ്റ് 9 പ്രസിഡന്റ് ഒപ്പുവെച്ചു. 2020 ഇത് ചോദിച്ചു കഴിഞ്ഞു കേട്ടോ. 2020 ജൂലൈ 20-നാണ് ഉപഭോക്തൃ സംരക്ഷണ നിയമം 2019 നിലവിൽ വന്നത്. ഇത് ചോദിച്ചു കഴിഞ്ഞേ. 2020 ജൂലൈ 20 ഈ 20 ഉപഭോക്തൃ സംരക്ഷണ നിയമം നിലവിൽ വന്നത് ചോദിച്ചു കഴിഞ്ഞ ക്വസ്റ്റ്യൻ ആണ്. ഇനി 1986 നമ്മൾ പറഞ്ഞില്ലേ ദേശീയ ഉപഭോക്തൃ സംരക്ഷണ നിയമം പറഞ്ഞില്ലേ, അതില് 4 അധ്യായങ്ങളും 31 വകുപ്പുകളേ ഉള്ളൂ. അതാണ് നമ്മൾ പറഞ്ഞത് നമുക്ക് പഠിക്കാൻ എളുപ്പമായി എന്ന് പറഞ്ഞത്. പക്ഷെ നോക്കിക്കേ 2019 ഭേദഗതിയിൽ എന്തൊക്കെ വന്നു? 4 അധ്യായം പോയിട്ട് 8 അധ്യായമായി മാറി. 31 വകുപ്പ് പോയിട്ട് 107 വകുപ്പായി. എത്രയായി? 8 അധ്യായമായി. 4 അധ്യായം മാറി
മാറി 8 അധ്യായമായി, 31 വകുപ്പ് മാറി ഒരു 35 36 ആയതാണെങ്കിൽ എത്ര സമാധാനമായി ഇല്ലേ? പക്ഷെ അതല്ല ഇവിടെ സംഭവിച്ചത്, 107 വകുപ്പുകളായിട്ടാണ് മാറിയത്. ഓക്കെ, അപ്പൊ ഇതൊക്കെ ശ്രദ്ധിക്കണം കേട്ടോ. ഇതൊക്കെ പുതിയ ഭേദഗതിയിൽ വന്നിട്ടുള്ള മാറ്റങ്ങളാണ്. ഓക്കെ, അതുപോലെ ജില്ലാ ഉപഭോക്തൃ ഫോറം എന്നത് എന്താക്കി മാറ്റി? ഉപഭോക്തൃ തർക്ക പരിഹാര കമ്മീഷൻ എന്നാക്കി മാറ്റി. 1986 അവിടെ എന്തായിരുന്നു? ജില്ലാ ഉപഭോക്തൃ ഫോറം എന്നായിരുന്നു. പക്ഷെ 2019 ആയപ്പോൾ അതിന്റെ പേര് മാറ്റിയിട്ട് എന്താക്കി? ഉപഭോക്തൃ തർക്ക പരിഹാര കമ്മീഷൻ എന്നാക്കി മാറ്റി. ഇവിടെ നിങ്ങൾ ഉപഭോക്തൃ സംരക്ഷണ നിയമം പഠിക്കുമ്പോൾ കാം ആൻഡ് ക്വയറ്റ് ആയിട്ട് എങ്ങനെ സമാധാനത്തിൽ ഓരോ പോയിന്റ്, ഇന്നതാണ് അല്ലേ, ഇന്നതാണ് എന്ന് പറഞ്ഞ് സമാധാനത്തിൽ മനസ്സിലാക്കി പഠിക്കുക കേട്ടോ. കാരണം ഇതൊരു തല പുകയുന്ന ഒരു വിഷയമാണ് ഈ ഉപഭോക്തൃ സംരക്ഷണ നിയമം എന്ന് പറയുന്നത്. അതുകൊണ്ട് എന്താണ് നമ്മുടെ മൈൻഡൊക്കെ നല്ല രീതിയിൽ ഫ്രീ ആക്കിയ ശേഷം കുറച്ച് കേട്ടോ 4 പോയിന്റ് വെച്ചിട്ട് എന്ത് ചെയ്യുക? സമാധാനത്തിൽ പഠിച്ചു പോവുക. അപ്പൊ നമുക്ക് നല്ല ഓർമ്മയുണ്ടാവും. ഇത്ര നേരം പറഞ്ഞു തന്ന കാര്യങ്ങൾ ഓക്കെ ആണല്ലോ. ഞാൻ അതുകൊണ്ടാണ് ക്ലാസ്സിന് അങ്ങനെ സ്ട്രെസ് കൊടുക്കാതെ ഒരു 2 വ്യക്തികൾ തമ്മിൽ സംഭാഷണം ചെയ്യുന്ന പോലെ എന്ത് ചെയ്യുന്നത്? സമാധാനത്തിൽ പറഞ്ഞു പോകുന്നത് കേട്ടോ. കാരണം അതിങ്ങനെ ഒരു സംഭവം ടോപ്പിക് അങ്ങനത്തെയാണ്, അതുകൊണ്ടാണ് കേട്ടോ. അപ്പൊ എൻ്റെ മുന്നിൽ ഒരു വ്യക്തി ഇരിക്കുന്നുണ്ടെന്ന് കണ്ടിട്ട് ഞാൻ അവരോട് ഇങ്ങനെ സംസാരിക്കുകയാണ് കേട്ടോ. ആ രീതിയിൽ ഇത് പറഞ്ഞുതരാം കേട്ടോ. ഇനി സെക്ഷൻ നമുക്കിതിൽ പഠിക്കാനുള്ളത് പരാതിക്കാരനാണ് അല്ലേ. ഞാനൊരു സാധനം വാങ്ങിച്ചു കേട്ടോ. അപ്പൊ എനിക്ക് എന്ത് ചെയ്തു? ആ സാധനത്തിൽ കംപ്ലൈന്റ് വന്നു. അപ്പൊ ഞാൻ പരാതി കൊടുക്കാൻ പോവുകയാണ് കേട്ടോ. ഉപഭോക്തൃ സംരക്ഷണ നിയമപ്രകാരം പരാതി കൊടുക്കാൻ പോവുകയാണ്. ഏതാണ് അത് സെക്ഷൻ വരിക? 2-5 ആണ് കേട്ടോ. 2-5 പ്രകാരമാണ് പരാതിക്കാരൻ വരുന്നത്. എങ്ങനെയായിരിക്കും ഈ ഒരു പരാതിക്കാരൻ പറയുന്നത്? ആരായിരിക്കും? ഏതെങ്കിലും ഒരു ഉപഭോക്താവാകും അല്ലേ. സാധനം വാങ്ങിച്ച ആളിനെ ഉപഭോക്താവ് എന്ന് പറയാ. ഒന്നുമില്ലെങ്കിൽ ഏതെങ്കിലും ഉപഭോക്താവാകാം, അല്ലെങ്കിൽ വോളണ്ടറി കൺസ്യൂമർ അസോസിയേഷൻ. ഇതൊക്കെ വന്നാലേ നമ്മൾ എക്സാം ഹാളിലെ ഒരു പരാതിക്കാരൻ എന്ന് പറയുന്നത് ഉപഭോക്താവാകാം, വോളണ്ടറി കൺസ്യൂമർ അസോസിയേഷൻ ആകാം. അങ്ങനെ അവിടെ വരുമ്പോൾ അവിടെ നമ്മൾ അങ്ങോട്ട് സ്റ്റക്ക് ആവും. വോളണ്ടറി കൺസ്യൂമർ അസോസിയേഷൻ ഒരു പരാതിക്കാരനാണോ? അതൊന്നും വരില്ല, ബട്ട് അത് തെറ്റാണ്, അത് വിട്ടു. വീടെത്തുമ്പോൾ ആൻസർ എന്താവും? ഇതുണ്ടാവും അല്ലേ. എങ്ങനെയാണ് നമ്മുടെ പഠനം. അപ്പൊ നമ്മൾ എന്ത് ചെയ്യുക? നല്ല രീതിയിൽ മനസ്സിലാക്കി പഠിക്കുക കേട്ടോ. വോളണ്ടറി കൺസ്യൂമർ അസോസിയേഷനും അതുപോലെ കേന്ദ്ര ഗവൺമെന്റും സ്റ്റേറ്റ് ഗവൺമെന്റും അതുപോലെ ഉപഭോക്താവ് മരണപ്പെട്ട, അപ്പൊ ഞാനൊരു സാധനം വാങ്ങിച്ചു, അപ്പൊ ഞാൻ മരണപ്പെട്ട ആളാണെങ്കിൽ എന്താണ്? എനിക്കൊരു നിയമപരമായിട്ടുള്ള ഒരു അവകാശി അല്ലെങ്കിൽ എൻ്റെ ഒരു പ്രതിനിധിയൊക്കെ ഉണ്ടാവും അല്ലെ. അവർക്കും എന്ത് ചെയ്യാം? പരാതി കൊടുക്കാം. ഇപ്പൊ ഞാൻ ഉപഭോക്താവ് മരണപ്പെട്ടെന്ന് പറയുമ്പോഴേ നമ്മൾ പറയാറില്ലേ, എങ്ങനെയാണ്? ഇപ്പൊ എന്താ പറയാ, ഫുഡ് പോയ്സൺ ഒക്കെ ആയിട്ട് നമ്മൾ എവിടുന്ന് ഇപ്പോൾ നമ്മൾ പത്രങ്ങളിലും മാധ്യമങ്ങളിലൊക്കെ നമ്മൾ ഒരുപാട് ന്യൂസ് കണ്ടല്ലേ. ഷവർമ കഴിച്ചു, മയോണൈസ് കഴിച്ചു, എന്നിട്ട് അങ്ങനെ അത് സംഭവിച്ചു, ഇത് സംഭവിച്ചു എന്നൊക്കെ പറയാറുണ്ട് അല്ലേ. അങ്ങനെയൊക്കെ ചെയ്താൽ എന്താണ്? അവരുടെ നിയമപരമായിട്ടുള്ള അവകാശിയോ പ്രതിനിധിയോ ഒക്കെ എന്ത് ചെയ്യാം? അതിനെതിരെ പരാതി കൊടുക്കാം. അപ്പൊ ആരൊക്കെയാണ് പരാതിക്കാരിൽ വരിക? ഏതെങ്കിലും ഒരു ഉപഭോക്താവ് അല്ലേ. ഏതെങ്കിലും ഒരു ഉപഭോക്താവ് സാധനം വാങ്ങിച്ച ആരാണെങ്കിലും ഒരു ഉപഭോക്താവാണ് അല്ലേ. അതുപോലെ വോളണ്ടറി കൺസ്യൂമർ അസോസിയേഷൻ അതൊരു ഉപഭോക്താവാണ്. കേന്ദ്ര സർക്കാർ ഒരു പരാതിക്കാരനാണ്. സ്റ്റേറ്റ് ഗവൺമെന്റിനും ഒരു പരാതി കൊടുക്കാം. ഓക്കെ, ഇവരൊക്കെ പരാതിക്കാരാണ് കേട്ടോ. ഉപഭോക്താവ് മരണപ്പെട്ടാൽ അയാളുടെ നിയമപരമായ അവകാശിയോ അല്ലെങ്കിൽ പ്രതിനിധിയോ ഇതൊക്കെ എന്താണ്? പരാതിക്കാരനായിട്ട് വരും. ഇനി പരാതിക്കാരൻ ആരാണ്? 2-5 ആണ് കേട്ടോ. ഇനി സെക്ഷൻ്റെ അങ്ങനെ 2-5 കഴിഞ്ഞ് 2-7 2-7 ഉപഭോക്താവിനെ കുറിച്ച് പറയുന്നത്. അതിലാണ് പരാതിക്കാരൻ 2-5, 2-7 ഉപഭോക്താവ്. ആരായിരിക്കും ഉപഭോക്താവ്? എന്താണ്? പുതിയ നിയമം ഉപഭോക്താവ് എന്നതിന്റെ നിർവചനത്തിന് എന്ത് ചെയ്തിട്ടുണ്ട്? കുറച്ചുകൂടി വിപുലീകരിച്ചിട്ടുണ്ട്. ആദ്യം 1986 കാലഘട്ടത്തിൽ ഉപഭോക്തൃ സംരക്ഷണ നിയമം പറയുമ്പോൾ ഉപഭോക്താവിന്റെ നിർവചനം വേറെയായിരുന്നു. പക്ഷെ നമ്മളിപ്പോൾ 2019 ഇപ്പൊ പഠിച്ചുകൊണ്ടിരിക്കുന്നത്. ഈ 2019 ഉപഭോക്താവിന്റെ നിർവചനം എന്താക്കി? കുറച്ചും കൂടി ഒന്ന് വിപുലമാക്കി. ഒന്ന് ഞാൻ വായിക്കാം. നിങ്ങൾ എന്ത് ചെയ്യുക? പറഞ്ഞു തരാം ഞാനത്. നിങ്ങളതൊന്ന് ശ്രദ്ധിച്ച് കേൾക്കണം കേട്ടോ. ഒരു പ്രാവശ്യം ഞാൻ വായിക്കാം, പതുക്കെ വായിക്കോളൂ, ശ്രദ്ധിച്ചാൽ മതി കേട്ടോ. ഓഫ്ലൈൻ അല്ലെങ്കിൽ ഓൺലൈൻ ഇടപാടുകൾ, ഇലക്ട്രോണിക് മാർഗങ്ങൾ, ടെലിഷോപ്പിംഗ്, നേരിട്ടുള്ള വിൽപ്പന അല്ലെങ്കിൽ ഇടപാടുകൾ, മൾട്ടി ലെവൽ മാർക്കറ്റിംഗ് എന്നിവയിലൂടെ ഏതെങ്കിലും സാധനങ്ങൾ വാങ്ങുകയോ ഏതെങ്കിലും സേവനത്തിന് പ്രതിഫലം നൽകുകയോ സ്വീകരിക്കുകയോ ചെയ്യുന്ന ഏതൊരു വ്യക്തിയും എന്ത് അറിയപ്പെടും? ഉപഭോക്താവ് എന്ന് അറിയപ്പെടുന്നുണ്ട്.
ഇനി നമുക്ക് ഉപഭോക്തൃ കോടതികളെ കുറിച്ചിട്ട് പഠിക്കാനുണ്ട്. എന്താണ് ഉപഭോക്തൃ കോടതികൾ എന്ന് പറയുന്നത്? നമ്മൾ 1986 നിയമപ്രകാരം എങ്ങനെയാണ് ഉപഭോക്താവിന് ഉൽപാദകരിൽ നിന്നോ വിതരണക്കാരിൽ നിന്നോ തൃപ്തികരമല്ലാത്ത എന്തെങ്കിലും ഒരു അനുഭവങ്ങൾ ഉണ്ടാകുമ്പോൾ ഉപഭോക്താവിനെ നിയമപരമായി സഹായിക്കാൻ ചുമതലപ്പെട്ട സംവിധാനമാണ് ഉപഭോക്തൃ കോടതികൾ എന്ന് പറയുന്നത് അല്ലേ? നമ്മൾ നേരെ ഒരു കടയിൽ പോയിട്ട് ഒരു ഫ്രിഡ്ജ് വാങ്ങിച്ചു. നമ്മൾ നേരത്തെ ഫ്രിഡ്ജിന്റെ കാര്യം പറഞ്ഞു അല്ലേ? നമ്മൾ നേരത്തെ പോയിട്ട് ഒരു ഫ്രിഡ്ജ് വാങ്ങിച്ചു. ആ ഫ്രിഡ്ജ് വാങ്ങിക്കാൻ പോയ സമയത്ത് എന്ത് ചെയ്യാണ്? അവിടെയുള്ള ആൾക്കാരിൽ നിന്ന്, ആ ഷോറൂമിൽ നിന്നോ അല്ലെങ്കിൽ അവിടെയുള്ള വിതരണക്കാരിൽ നിന്നോ നമുക്ക് എന്ത് ചെയ്തു? മോശമല്ല, ഒരു വലിയ അനുഭവം, നമുക്ക് തൃപ്തികരമല്ലാത്ത ഒരു അനുഭവമാണ് ഉണ്ടായതെന്ന് വെക്കുക. അപ്പൊ നമ്മളെ സഹായിക്കാൻ ഒരാൾ വേണ്ടേ? നമുക്ക് അവിടുന്ന് അവൻ്റെ അത് കണ്ടിട്ട് ഇങ്ങോട്ട് ഇറങ്ങി വരാൻ പറ്റുമോ? പറ്റില്ല അല്ലേ? അപ്പൊ നമ്മളെയൊക്കെ സഹായിക്കാൻ വേണ്ടിയിട്ടാണ് എന്ത് ചെയ്തു? അതിന് വേണ്ടിയിട്ടാണ് ഉപഭോക്തൃ കോടതികൾ നിലവിൽ. നമ്മൾ ഓരോ ഷോറൂമുകളിലൊക്കെ പോയിട്ട് പറയില്ല, നമ്മളിങ്ങനെ പറയില്ലേ, ഓ എന്തൊരു ജാടയാണ് എന്ന് പറയില്ലേ? നമ്മൾ അവിടെ പോയിട്ട് വരുമ്പോൾ എന്താ ഒരു ഗഡ്സ് ആണ്, നമ്മൾ പൈസ കൊടുത്തിട്ടല്ലേ സാധനം വാങ്ങിക്കുന്നത്, എന്താ വെറുതെ അവിടെ ഇങ്ങോട്ട് എടുത്തിട്ട് വരാൻ പോയതാണോ എന്നൊക്കെ നമ്മൾ പറയാറുണ്ട് അല്ലേ? അപ്പൊ അങ്ങനെയൊക്കെ എന്താണ് തൃപ്തികരമല്ലാത്ത അനുഭവങ്ങളൊക്കെ വരുമ്പോൾ നമ്മളെ സഹായിക്കാനാണ് എന്ത് പറയുന്നത്? ഉപഭോക്തൃ കോടതികൾ എന്ന് എന്ത് ചെയ്യുന്നത്? കൊണ്ടുവന്നിരിക്കുന്നത്. ഓക്കെ, ഇനി എന്തൊക്കെയാണ് ഈ ഉപഭോക്തൃ കോടതിയുടെ പ്രവർത്തനങ്ങൾ? എന്തൊക്കെയായിരിക്കും പ്രവർത്തനങ്ങൾ? ഉപഭോക്തൃ തർക്കങ്ങളിൽ ഇടപെട്ടിട്ട് നഷ്ടപരിഹാരം ഉൾപ്പെടെ ഉപഭോക്താവിന് നീതി ലഭ്യമാക്കണം അല്ലേ? അതുപോലെ ഉപഭോക്താക്കളിൽ ആത്മവിശ്വാസം സൃഷ്ടിക്കുക, അതുപോലെ ജീവിതത്തിൽ ഗുണപരമായിട്ടുള്ള മാറ്റങ്ങൾ വരുത്തുക, ഇതൊക്കെ ഉപഭോക്തൃ കോടതിയുടെ പ്രവർത്തനങ്ങളിൽ പെടുന്നതാണ്. അതൊക്കെ നമുക്ക് വായിക്കുമ്പോൾ തന്നെ മനസ്സിലാകും. കോടതികൾ വരുമ്പോൾ നല്ല കാര്യങ്ങളല്ലേ നമുക്ക് ചെയ്തു തരുള്ളൂ. അപ്പൊ അത് മനസ്സിലാക്കിയാൽ മതി. ഇനി നമ്മൾ ഉപഭോക്തൃ കോടതികൾ പറഞ്ഞു അല്ലേ? 3 ത്രിതലം പറയുമ്പോൾ എത്രയാണ്? 3 അല്ലേ? ത്രിതല ഉപഭോക്തൃ കോടതികൾ അഥവാ ഉപഭോക്തൃ തർക്ക പരിഹാര കമ്മീഷൻ ഉണ്ട്. എങ്ങനെയാണ്? ത്രിതല ഉപഭോക്തൃ കോടതികൾ അല്ലെങ്കിൽ ഉപഭോക്തൃ തർക്ക പരിഹാര കമ്മീഷൻ ഉണ്ട്. എന്താണ് ഈ ത്രിതലം പറയുന്നത്? ജില്ലാതലത്തിൽ ഉണ്ടാവും അല്ലേ? ജില്ലാതലത്തിൽ ഉപഭോക്തൃ കോടതി ഉണ്ട് അല്ലെങ്കിൽ ഉപഭോക്തൃ തർക്ക പരിഹാര കമ്മീഷൻ ഉണ്ട്. അതുപോലെ സംസ്ഥാന തലത്തിലുണ്ട്, അതുപോലെ കേന്ദ്ര തലത്തിലുണ്ട്. ഇതാണ് ത്രിതല ഉപഭോക്തൃ കോടതികൾ എന്ന് പറയുന്നത്. ദേശീയ തലത്തിലും സംസ്ഥാന തലത്തിലും ജില്ലാ തലത്തിലും ഉപഭോക്തൃ തർക്ക പരിഹാര കമ്മീഷനുകൾ സ്ഥാപിക്കുന്നതിന് ഈ നിയമം എന്ത് ചെയ്യുന്നുണ്ട്? വ്യവസ്ഥ ചെയ്യുന്നുണ്ട്. 2019 ഉപഭോക്തൃ സംരക്ഷണ നിയമപ്രകാരം ജില്ലാ തലത്തിലും സംസ്ഥാന തലത്തിലും കേന്ദ്ര തലത്തിലും എന്തുണ്ട്? ഉപഭോക്തൃ തർക്ക പരിഹാര കമ്മീഷൻ സ്ഥാപിക്കുന്നതിന് ഈ നിയമം വ്യവസ്ഥ ചെയ്യുന്നുണ്ട്. മനസ്സിലായല്ലോ? ഇനി ഈ 3 ഉപഭോക്തൃ തർക്ക പരിഹാര കമ്മീഷനെ കുറിച്ചിട്ട് നമുക്ക് അങ്ങോട്ട് പഠിച്ചാലോ? ഞാനും 3ഉം കൂടിയിട്ട് ഒരുമിച്ച് തന്നിട്ടുണ്ട് കേട്ടോ, നോക്കണം. ഇത് ജില്ലാ തലത്തിലുള്ള ഉപഭോക്തൃ തർക്ക പരിഹാര കമ്മീഷനും ഓക്കെ, അല്ലെങ്കിൽ കോടതികൾ. ഓക്കെ, പിന്നെ സംസ്ഥാന തലത്തില് എങ്ങനെയാണ്? സംസ്ഥാന തലത്തില്, പിന്നെ കേന്ദ്ര തലത്തില്. ഓക്കെ, ജില്ലാ ഉപഭോക്തൃ തർക്ക പരിഹാര കമ്മീഷൻ, സംസ്ഥാന തല ഉപഭോക്തൃ തർക്ക പരിഹാര കമ്മീഷൻ, കേന്ദ്ര തല ഉപഭോക്തൃ പരിഹാര കമ്മീഷൻ. വെരി 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 ഇമ്പോർട്ടൻറ്റ്. ഓക്കെ, നല്ല രീതിയിൽ ഇത് പഠിക്കണം. ജില്ലാ തലത്തിലാകുമ്പോൾ പ്രസിഡന്റും 2 അംഗങ്ങളുമായിരിക്കും. ഓക്കെ, കമ്മീഷനിൽ ആരൊക്കെ ഉണ്ടാകും? ഒരു പ്രസിഡന്റും 2 അംഗങ്ങളും. ആ 2 അംഗങ്ങളിൽ ഒരാൾ വനിത ആയിരിക്കും. ഓക്കെ ആണല്ലോ? അതുപോലെ 50 ലക്ഷം വരെയുള്ള ആ പരാതികൾക്കായിരിക്കും എന്ത് ചെയ്യുക? ജില്ലാ ഉപഭോക്തൃ തർക്ക പരിഹാര കമ്മീഷൻ എന്ത് ചെയ്യുക? തെളിവെടുപ്പ് നൽകിയിട്ട് തീർപ്പൊക്കെ കൽപ്പിക്കുന്നത്. 50 ലക്ഷം രൂപ വരെയുള്ള ഉപഭോക്തൃ തർക്കങ്ങളിൽ മാത്രമാണ് ജില്ലാ ഉപഭോക്തൃ തർക്ക പരിഹാര കമ്മീഷൻ ഇടപെടുക. ആദ്യം ഇത് 1 കോടിയായിരുന്നു കേട്ടോ. പക്ഷെ 2019 ആയപ്പോൾ ഭേദഗതി വന്നപ്പോൾ എന്താക്കിയത്? 50 ലക്ഷം വരെ ആക്കി. ഓക്കെ ആണല്ലോ? ഇവിടെ പ്രസിഡന്റും 2 അംഗങ്ങളും, അതിൽ ഒരാള് വനിത. ഓക്കെ, പഠിച്ചോ? ഇനി ഈ പ്രസിഡന്റ് എന്ന് പറയുമ്പോൾ നമ്മുടെ ജില്ലയിലുണ്ടല്ലോ, ജില്ലാ ജഡ്ജി ഉണ്ടല്ലോ, ആ ജില്ലാ ജഡ്ജി ആകാൻ യോഗ്യതയുള്ള വ്യക്തിയായിരിക്കണം. ജില്ലാ ജഡ്ജി ആകാൻ യോഗ്യതയുള്ള വ്യക്തിയായിരിക്കണം
പ്രസിഡന്റ് ആക്കേണ്ടത്. ഇനി മറ്റ് രണ്ടംഗങ്ങൾ ഒരാൾ പറഞ്ഞു, ആരാണ്? വനിത ആയിരിക്കണം പറഞ്ഞു അല്ലെ. അതുപോലെ നല്ല കഴിവും നല്ല സത്യസന്ധതയുള്ളതും നല്ല സാമ്പത്തിക ശാസ്ത്രത്തിലും നിയമത്തിലും വാണിജ്യത്തിലും ഒക്കെ എന്താണ് പ്രശ്നങ്ങളൊക്കെ വരുമ്പോൾ അത് നന്നായിട്ട് കൈകാര്യം ചെയ്യാനും അറിവും പരിചയവും ഒക്കെ ഉണ്ടായിരിക്കണം ഈ അംഗങ്ങൾക്ക്. ഓക്കെ, ഇനി സംസ്ഥാനതല തർക്ക പരിഹാര കമ്മീഷനില് പ്രസിഡന്റും 4 അംഗങ്ങളും. ഓക്കെ, പ്രസിഡന്റ് സംസ്ഥാനവും കേന്ദ്രവും ഒരേപോലെയാണ് കേട്ടോ. പ്രസിഡന്റും 4 അംഗങ്ങളും എത്ര രൂപ വരെയുള്ളതിനാണ് ഇടപെടുക? 50 ലക്ഷം മുതൽ 2 കോടി വരെ. ഇവിടെ 50 ലക്ഷം, ഇവിടെ 50 ലക്ഷം മുതൽ എത്ര വരെ? 2 കോടി വരെ. ഓക്കെ, ഇനി പ്രസിഡന്റും എത്ര പേരുണ്ടാകും? പ്രസിഡന്റിന് നമ്മൾ പറഞ്ഞു പ്രസിഡന്റും 4 അംഗങ്ങളും പറഞ്ഞു അല്ലെ. ഇതിൽ പ്രസിഡന്റ് എന്ന് പറയുന്നത് ഹൈക്കോടതി, സംസ്ഥാനമായില്ലേ, സംസ്ഥാനമാകുമ്പോൾ ആർക്ക് കൊടുക്കണം? ഹൈക്കോടതി ജഡ്ജി ആകാനുള്ള യോഗ്യത. ഹൈക്കോടതി ജഡ്ജി ഉണ്ടല്ലോ, ആ ഹൈക്കോടതി ജഡ്ജിയുടെ യോഗ്യത, ഓക്കെ, ജഡ്ജി ആയിട്ടുള്ള വ്യക്തി ആയിരിക്കണം ആര്? പ്രസിഡന്റ് എന്ന് പറഞ്ഞത്. ഓക്കെ, അപ്പൊ ജില്ലയാകുമ്പോൾ ജില്ലാ ജഡ്ജി ആയിരിക്കണം ആര്? ഏതിലാകേണ്ടത്? പ്രസിഡന്റ് ആകേണ്ടത്. സംസ്ഥാനം ആകുമ്പോൾ ഹൈക്കോടതി ജഡ്ജി, അവിടെ ചീഫ് ജസ്റ്റിസിൽ നിന്ന് എടുത്തിട്ടരുത് കേട്ടോ, ഹൈക്കോടതി ജഡ്ജി ആയിട്ടുള്ള വ്യക്തി ആയിരിക്കണം പ്രസിഡന്റ് ആയിരിക്കണം. ഓക്കെ, ഇനി ഈ പ്രസിഡന്റിനെയൊക്കെ നിയമിക്കുമല്ലോ, ഈ അംഗങ്ങളെയും പ്രസിഡന്റിനെയൊക്കെ നിയമിക്കണ്ടേ? നിയമിക്കുന്ന സമയത്ത് ഹൈക്കോടതിയിലെ ചീഫ് ജസ്റ്റിസുമായിട്ട് കൂടിയാലോചിക്കണം. നോക്കിക്കേ, ഇങ്ങനെയുള്ള ക്വസ്റ്റ്യൻ ആയിരിക്കും കയറി വരിക, ഇങ്ങനെയുള്ള ക്വസ്റ്റ്യൻ ആയിരിക്കും കയറി വരിക. അപ്പൊ നിങ്ങൾ നന്നായിട്ട് പഠിക്കണം. അപ്പൊ ഒരു ഹൈക്കോടതി ജഡ്ജി ആയിരിക്കണം പ്രസിഡന്റ് ആകേണ്ടത്. ഓക്കെ, പക്ഷേ ഈ പ്രസിഡന്റിനെയൊക്കെ നിയമിക്കുന്ന സമയത്ത് ഹൈക്കോടതിയിലെ ചീഫ് ജസ്റ്റിസുമായിട്ട് കൂടി ആലോചിക്കണം. ഓക്കെ, പ്രസിഡന്റിനെ നിയമിക്കുന്ന സമയത്ത് ഹൈക്കോടതി ചീഫ് ജസ്റ്റിസുമായി ആലോചിക്കണം. ഇനി മറ്റ് 4 അംഗങ്ങൾ പറഞ്ഞില്ലേ, ഈ 4 അംഗങ്ങളിൽ ഒരാള് വനിതയായിരിക്കണം. ഈ 3 തലത്തിലും ഒരാള് വനിതയുണ്ട്, ഒരു വനിതയെങ്കിലും ഉണ്ടാകണം കേട്ടോ. 3ലും, ജില്ലയിലാണെങ്കിക്കോട്ടെ, സംസ്ഥാന തലത്തിലായിക്കോട്ടെ, കേന്ദ്ര തലത്തിലായിക്കോട്ടെ, 3ലും ഒരു വനിത ഉണ്ടായിരിക്കണം. ഇനി ഈ എന്താണ് നമ്മൾ പറഞ്ഞു, പ്രസിഡന്റ് നിയമിക്കാൻ ഹൈക്കോടതി ചീഫ് ജസ്റ്റിസുമായിട്ട് കൂടി ആലോചിക്കണം എന്ന് പറഞ്ഞു അല്ലെ. ഇനി ഈ മറ്റ് 2 അംഗങ്ങളുണ്ട്, മറ്റ് 4 അംഗങ്ങളുണ്ടല്ലോ, അതില് ഒരാൾ എന്താണ്? സ്ത്രീ ആയിരിക്കണം. ഓക്കെ, അതുപോലെ കഴിവും സത്യസന്ധതയിലും സാമ്പത്തിക ശാസ്ത്രത്തിലും വാണിജ്യത്തിലും ഒക്കെ എന്താണ്? നല്ല അറിവും പരിചയവും ഒക്കെ ഉണ്ടായിരിക്കണം. മനസ്സിലായല്ലോ? എന്തായാലും നല്ല അറിവുള്ളവരെ തന്നെ അതിൽ എന്ത് ചെയ്യാൻ പറ്റുള്ളൂ? നിയമിക്കാനായിട്ട് പറ്റുകയുള്ളൂ. ഇനി ഈ അംഗങ്ങളെയൊക്കെ നിയമിക്കുന്ന സമയത്ത് സെലക്ഷൻ കമ്മിറ്റിയുടെ കൂടിയാലോചനയ്ക്കും ശുപാർശയ്ക്ക് ശേഷം മാത്രമേ എന്ത് ചെയ്യാൻ പറ്റുള്ളൂ? നിയമനം നടത്താൻ പറ്റുള്ളൂ. ഈ അംഗങ്ങളെയൊക്കെ നിയമിക്കുമ്പോൾ അതിലൊരു സെലക്ഷൻ കമ്മിറ്റി ഉണ്ടാകും. ഓക്കെ, ആ സെലക്ഷൻ കമ്മിറ്റിയുടെ ശുപാർശ പ്രകാരം പ്രസിഡന്റിനെ നിയമിക്കണമെങ്കിൽ ഹൈക്കോടതി ചീഫ് ജസ്റ്റിസുമായിട്ട് കൂടിയാലോചിക്കണം. മറ്റ് അംഗങ്ങളെയൊക്കെ നിയമിക്കുമ്പോൾ അവിടെ ഒരു സെലക്ഷൻ കമ്മിറ്റി ഉണ്ടാകും. ആ കമ്മിറ്റിയുടെ അറിവോട് കൂടിയിട്ടും അവരുടെ ശുപാർശയോട് കൂടിയിട്ടും മാത്രമേ അവരെ നിയമനം നടത്താൻ പറ്റുകയുള്ളൂ. അപ്പൊ അവിടെ ആരൊക്കെയായിരിക്കും ഈ സെലക്ഷൻ കമ്മിറ്റി എന്ന് പറയുമ്പോൾ? ആരൊക്കെ ഉൾപ്പെടും ആ സെലക്ഷൻ കമ്മിറ്റിയിൽ? ഒന്ന് നോക്കണം കേട്ടോ. അവിടെ നമ്മുടെ സംസ്ഥാന തലത്തില് ഉപഭോക്തൃ കമ്മീഷന്റെ അധ്യക്ഷൻ ആരാണ്? സംസ്ഥാന തലത്തിലെ ഉപഭോക്തൃ കമ്മീഷന്റെ അധ്യക്ഷനും അതുപോലെ സംസ്ഥാനത്തെ നിയമവകുപ്പ് സെക്രട്ടറിയും പിന്നെ അതാത് സംസ്ഥാനത്തെ ഉപഭോക്തൃ കാര്യങ്ങൾ കൈകാര്യം ചെയ്യുന്ന വകുപ്പിന്റെ ചുമതലയുള്ള സെക്രട്ടറിയും ഇതൊക്കെ ആയിരിക്കും ആ സെലക്ഷൻ കമ്മിറ്റിയിൽ ഉണ്ടായിരിക്കുക. ഓക്കെ ആണല്ലോ. ഇനി ദേശീയ ഉപഭോക്തൃ തർക്ക പരിഹാര കമ്മീഷൻ കേന്ദ്രമാകുമ്പോൾ അവിടെ പ്രസിഡന്റും 4ൽ കുറയാത്ത അംഗങ്ങളുമാണ്. പ്രസിഡന്റിന്റെ കാലാവധി 5 വർഷവും 70 വയസ്സുമാണ്. അതുപോലെ 4 അംഗങ്ങൾ എന്ന് പറയില്ലേ, അവരുടെ കാലാവധി 5 വർഷം അല്ലെങ്കിൽ 67 വയസ്സാണ്. 2 കോടിക്ക് മുകളിലാണ് എന്ത് ചെയ്യുന്നത്? അതായത് അങ്ങനെയുള്ള തർക്കങ്ങളിലാണ് ദേശീയ തലത്തില് കേന്ദ്ര തർക്ക പരിഹാര കമ്മീഷൻ ഇടപെടുന്നത്. ഇത് ആദ്യം എത്രയായിരുന്നു? 10 കോടി. എന്താണ്? 10 കോടിക്ക് മുകളിലായിരുന്നു. ഓക്കെ, ആദ്യം 10 കോടിയായിരുന്നു കേട്ടോ. ഇപ്പൊ എത്രയാണ്? 2 കോടിക്ക് മുകളിലാണ്. ഓക്കെ, അതായത് 1986 കാലഘട്ടത്തിലൊക്കെ അത് 10 ആയിരുന്നു. ഭേദഗതി വന്നപ്പോൾ അതെന്താക്കി? 2 കോടിക്ക് മുകളിലാക്കി. ഇനി ഈ പ്രസിഡന്റ് എന്ന് പറയുന്നത് ആരായിരിക്കണം? നമ്മുടെ സംസ്ഥാനമായപ്പോ ഹൈക്കോടതി ജഡ്ജി ആയിരിക്കണം പറഞ്ഞു അല്ലെ. കേന്ദ്രമാകുമ്പോൾ അവിടെ ആരാണ്? സുപ്രീം കോടതി ജഡ്ജി ആയിട്ടുള്ള വ്യക്തി
ആയിരിക്കണം ഇതില് ദേശീയ ഉപഭോക്തൃ തർക്ക പരിഹാര കമ്മീഷനില് പ്രസിഡന്റ് എന്ന് പറയുന്നത്. അപ്പൊ ഇവരെ നിയമിക്കണമെങ്കിൽ ആരുമായിട്ട് കൂടി ആലോചിക്കണം? ചീഫ് ജസ്റ്റിസുമായി, സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസുമായിട്ട് കൂടിയത് സുഖമാണ് പഠിക്കാൻ. ഓക്കെ, അപ്പോൾ സംസ്ഥാനമാകുമ്പോൾ പ്രസിഡന്റിനെ നിയമിക്കാൻ ഹൈക്കോടതി ജഡ്ജി ആയിരിക്കണം പ്രസിഡന്റ് എന്ന് പറയുന്നത്. ആ പ്രസിഡന്റിനെ നിയമിക്കണമെങ്കിൽ ഹൈക്കോടതി ചീഫ് ജസ്റ്റിസുമായിട്ട് കൂടി ആലോചിക്കണം. കേന്ദ്രമാകുമ്പോൾ അവിടുത്തെ പ്രസിഡന്റ് എന്ന് പറയുന്നത് സുപ്രീം കോടതി ജഡ്ജി ആയിരിക്കണം. ആ പ്രസിഡന്റിനെ നിയമിക്കണമെങ്കിൽ സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസുമായിട്ട് കൂടി ആലോചിച്ചിരിക്കണം. ഓക്കെ, ഇനി അതിൽ ഒരാൾ എന്തായിരിക്കണം? വനിതയായിരിക്കണം. പിന്നെ മറ്റു 4 അംഗങ്ങളുണ്ടല്ലോ, അതിൽ അതുപോലെ എന്താണ് സെലക്ഷൻ കമ്മിറ്റിയുടെ ശുപാർശയോട് കൂടിയിട്ടും അറിവോട് കൂടിയിട്ടും മാത്രമേ എന്ത് ചെയ്യാൻ പറ്റുള്ളൂ? അവരെ നിയമിക്കാനായിട്ട് പറ്റുള്ളൂ. അപ്പൊ ഈ ഇവിടെ സെലക്ഷൻ കമ്മിറ്റിയിൽ ആരൊക്കെ ഉണ്ടാകും? നമ്മുടെ ഇന്ത്യയുടെ ചീഫ് ജസ്റ്റിസ് നാമനിർദ്ദേശം ചെയ്യുന്ന സുപ്രീം കോടതി ജഡ്ജി ആയിട്ടുള്ള ഒരു വ്യക്തി ഇവിടെ ഉണ്ടായിരിക്കണം. ഓക്കെ, സുപ്രീം കോടതി ജഡ്ജി ആയിട്ടുള്ള ഒരു വ്യക്തി ഉണ്ടായിരിക്കണം. കേന്ദ്ര ഗവൺമെന്റിന്റെ അതേ തന്നെ ഓക്കെ നിയമ വകുപ്പ് സെക്രട്ടറി ഉണ്ടായിരിക്കണം. അതുപോലെ കേന്ദ്ര ഗവൺമെന്റിന്റെ ഉപഭോക്തൃ കാര്യങ്ങൾ കൈകാര്യം ചെയ്യുന്ന സെക്രട്ടറിയും ഉണ്ടായിരിക്കണം. ഓക്കെ ആയല്ലോ. ഇവിടെ സെക്ഷൻ 47, സെക്ഷൻ 51, സെക്ഷൻ 67 ഇത് കണക്ട് ചെയ്ത് പഠിക്കണം കേട്ടോ. സെക്ഷൻ 47, സെക്ഷൻ 51, സെക്ഷൻ 67. എന്താണ് സെക്ഷൻ 47 പറയുന്നത്? ഇപ്പോ നമ്മൾ പറഞ്ഞു സംസ്ഥാന തലം അല്ലെ, സംസ്ഥാന തലത്തില് 50 ലക്ഷം മുതൽ 2 കോടി വരെ ഉള്ള പരാതികളാണ് എടുക്കുക എന്ന് പറഞ്ഞു അല്ലെ, സംസ്ഥാനതല ഉപഭോക്തൃ തർക്ക പരിഹാര കമ്മീഷൻ എന്ന് പറയുന്നത്. അതായത് 50 ലക്ഷം രൂപയിൽ കൂടുതലും 2 കോടി രൂപയിൽ താഴെയുമുള്ള സേവനങ്ങൾക്കും ചരക്കുകൾക്കും എതിരെയുള്ള പരാതികൾ പരിഗണിക്കുന്നതിനും, അതുപോലെ നമ്മുടെ ജില്ലാ കമ്മീഷനിൽ നിന്നും തീർപ്പാക്കാൻ പറ്റാത്തതാണ് എവിടെ എത്തുക? സംസ്ഥാന തലത്തിലേക്ക് എത്തുക അല്ലെ. അങ്ങനെ ജില്ലാ കമ്മീഷന്റെ ഉത്തരവിന് എതിരെയുള്ള പരാതികൾ പരിഗണിക്കുന്നതിനും സംസ്ഥാന കമ്മീഷന് അധികാരം ഉണ്ട് എന്ന് പറയുന്നതാണ് ഏത്? സെക്ഷൻ 47 എന്ന് പറയുന്നത്. ഇനി സെക്ഷൻ 51 എന്ന് പറയുന്നത് എന്താണ്? സെക്ഷൻ 51 ഓക്കെ ശ്രദ്ധിക്കണേ. നമ്മൾ സംസ്ഥാന കമ്മീഷന്റെ ഉത്തരവിന് എതിരെയുള്ള അപ്പീലുകൾ ദേശീയ കമ്മീഷനിൽ സമർപ്പിക്കുന്നു. സംസ്ഥാന തലത്തിൽ തീർപ്പാക്കാൻ പറ്റാത്ത അപ്പീൽ കാര്യങ്ങൾ എവിടെ ഇതാക്കും? ദേശീയ തലത്തിലേക്ക് പോകും അല്ലേ. അങ്ങനെയാണ് അതിനെ പറയുന്നതാണ് സെക്ഷൻ 51. അപ്പൊ ഇവിടെ ശ്രദ്ധിക്കേണ്ടത് ഇത് ജില്ലയിൽ നിന്നും എവിടേക്ക്? സംസ്ഥാന തലത്തിലേക്ക് അല്ലെ, സംസ്ഥാനത്തിലേക്കും ഇത് സംസ്ഥാനത്തിൽ നിന്നും ദേശീയ തലത്തിലേക്കും പോകുന്നു. ഇവിടെയോ? ഇവിടെ ദേശീയ തലത്തിലും പരിഹാരം കണ്ടിട്ടില്ലെങ്കിൽ എവിടെ പോകും? സുപ്രീം കോടതിയിലേക്ക് പോകും. എവിടെ പോകും? സുപ്രീം കോടതി, ഹൈക്കോടതി അല്ല, സുപ്രീം കോടതിയിലേക്ക് പോകും. ഇതാണ് പഠിക്കേണ്ടത്. ഇത്രയേ ഉള്ളൂ. ഓക്കെ, 47, 51, 67. ഇനി എങ്ങനെയൊക്കെയാണ് പരാതി നൽകുക? നമുക്ക് ഏതൊക്കെ സാഹചര്യത്തിലാണ് ഒരു ഉപഭോക്തൃ തർക്ക പരാതി നൽകാവുന്ന സന്ദർഭങ്ങൾ ഏതൊക്കെയാണ്? വിലയ്ക്ക് വാങ്ങിയ സാധനത്തിന് കേടുപാടുകൾ പറ്റുക അല്ലെ, നമ്മളിപ്പോൾ ഒരു സാധനം വാങ്ങിച്ചു അതിന് കേടുപാട് പറ്റി, അല്ലെങ്കിൽ അതിൽ എന്തെങ്കിലുമൊക്കെ പോരായ്മകൾ അവിടെ ഇവിടെയൊക്കെ പൊട്ടിയിട്ടുണ്ടാവും അതൊക്കെ അല്ലെ, അങ്ങനെ എന്തെങ്കിലും ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം? പരാതി കൊടുക്കാം. പിന്നെ നിയമാനുസൃതം രേഖപ്പെടുത്തിയിട്ടുള്ളതോ അല്ലെങ്കിൽ നിർണ്ണയിക്കപ്പെട്ടിട്ടുള്ളതോ ആയ വിലയേക്കാൾ കൂടുതൽ തുക ഈടാക്കുക. അപ്പൊ അതിൽ 1000 രൂപ എന്ന് കൊടുത്തിട്ടുണ്ടാവും, നമ്മുടെ എന്ത് ചെയ്യുക? 1200 രൂപ വാങ്ങിക്കുക. അങ്ങനെ ആയാലും നമുക്ക് എന്ത് ചെയ്യാം? പരാതി കൊടുക്കാം. അതുപോലെ വിവിധ സർക്കാരിതര സ്വകാര്യ സ്ഥാപനങ്ങളിൽ നിന്ന് ലഭിച്ച സേവനത്തിന് പോരായ്മകൾ ഉണ്ടാകും. നമുക്ക് എന്തെങ്കിലും സ്ഥാപനങ്ങളിൽ നിന്നൊക്കെ സേവനങ്ങൾ ലഭിച്ചിട്ടുണ്ടെങ്കിൽ അതിൽ പോരായ്മകൾ ഉണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം? പരാതി കൊടുക്കാം. അതുപോലെ ന്യായരഹിതവും ഉപഭോക്താവിന്റെ സ്വാതന്ത്ര്യത്തെ പരിമിതപ്പെടുത്തുന്നതുമായ വ്യാപാര നടപടികൾ മൂലം നഷ്ടമുണ്ടാവുക. ഓക്കെ, ആ സമയത്ത് നമുക്ക് എന്ത് ചെയ്യാം? പരാതി കൊടുക്കാം. അതുപോലെ നല്ല രീതിയിൽ വിൽപ്പന നടത്താൻ വേണ്ടിയിട്ട് തെറ്റിദ്ധരിപ്പിക്കുന്ന പരസ്യങ്ങൾ ഇപ്പൊ കണ്ടില്ലേ, വൈറ്റനിങ് ക്രീം ഒക്കെ ഉപയോഗിച്ച് ലിവറൊക്കെ പോയി എന്നൊക്കെ പറഞ്ഞിട്ടില്ലേ, അതൊക്കെ എന്താണ്? തെറ്റായിട്ടുള്ള പരസ്യങ്ങളാണല്ലേ, നന്നായി വെളുക്കുന്നൊക്കെ പറഞ്ഞിട്ട്. ഓക്കെ, അപ്പൊ അങ്ങനെ തെറ്റിദ്ധരിപ്പിക്കുന്ന പരസ്യങ്ങളൊക്കെ നൽകുക. മായം ചേർക്കൽ, നിരോധന നിയമം ലംഘിക്കുക, ജീവന് ഹാനികരമായതോ സുരക്ഷിതമല്ലാത്തതോ ആയ സാധനങ്ങൾ വിൽക്കുക. ഇതൊക്കെ എന്താണ്? പരാതി നൽകാവുന്ന സന്ദർഭങ്ങളാണ്. നമ്മൾ നേരത്തെ പഠിച്ചു ത്രിതല ഉപഭോക്തൃ കോടതികൾ അല്ലെങ്കിൽ ഉപഭോക്തൃ തർക്ക പരിഹാര കമ്മീഷൻ എന്ന് പറഞ്ഞു അല്ലെ. ഇതിനു പുറമെ എങ്ങനെയാണ്? ഉപഭോക്തൃ കോടതികൾക്ക് പുറമെ രൂപം കൊടുത്തിട്ടുള്ളതാണ് ത്രിതല ഉപദേശ
ഉപദേശക സമിതികൾ. ത്രിതലം പറയുമ്പോൾ എങ്ങനെ വരും? ജില്ലാ ഉപഭോക്തൃ സംരക്ഷണ കൗൺസില്, സംസ്ഥാന ഉപഭോക്തൃ സംരക്ഷണ കൗൺസില്, ദേശീയ ഉപഭോക്തൃ സംരക്ഷണ കൗൺസിൽ. അതെന്തുണ്ട്? ഇങ്ങനെ 3 തരത്തില് ഉപദേശക സമിതികളുണ്ട്. ഇനി അത് നമുക്ക് അടുത്തത് പഠിക്കാനുള്ളത് കേന്ദ്രതലത്തില് ഉപഭോക്തൃ സംരക്ഷണ, ഇവിടെ ശ്രദ്ധിക്കണേ, അതോറിറ്റി, കേന്ദ്ര ഉപഭോക്തൃ സംരക്ഷണ അതോറിറ്റി. ഡൽഹിയിലാണ് കേന്ദ്ര ഉപഭോക്തൃ സംരക്ഷണ അതോറിറ്റിയുടെ ആസ്ഥാനം. വിപുലമായ അധികാരമാണ് ഈ സ്ഥാപനത്തിനുള്ളത്. എന്താണ്? വിപുലമായ, അതായത് എല്ലാ അധികാരങ്ങളും, വിപുലമായ അധികാരമുള്ള കേന്ദ്ര ഉപഭോക്തൃ സംരക്ഷണ അതോറിറ്റി എന്നറിയപ്പെടുന്ന റെഗുലേറ്ററി അതോറിറ്റി സ്ഥാപിക്കാൻ നിർദ്ദേശിക്കുന്ന 2019 ഉപഭോക്തൃ സംരക്ഷണ നിയമത്തിലെ സെക്ഷൻ 10 പ്രകാരമാണ് സെക്ഷൻ 10 പ്രകാരമാണ് വിപുലമായ അധികാരമുള്ള കേന്ദ്ര ഉപഭോക്തൃ സംരക്ഷണ അതോറിറ്റി നിലവിൽ വന്നത്. എന്താണ് ഇത് വരാനുള്ള കാരണം? 2019 ദേശീയ ഉപഭോക്തൃ സംരക്ഷണ നിയമത്തിലെ 2019 ദേശീയ ഉപഭോക്തൃ സംരക്ഷണ നിയമത്തിലെ സെക്ഷൻ 10 പ്രകാരമാണ് വിപുലമായ അധികാരങ്ങളുള്ള കേന്ദ്ര ഉപഭോക്തൃ സംരക്ഷണ അതോറിറ്റി നിലവിൽ വന്നത്. ഇതിന് നേതൃത്വം കൊടുക്കുന്നത് ആരാണ്? ഡയറക്ടർ ജനറൽ ആണ്. ആരാണ്? ഡയറക്ടർ ജനറൽ ആണ് ഇതിന് നേതൃത്വം കൊടുക്കുന്നത്. ഓക്കെ ആണല്ലോ? ഇങ്ങനത്തെ ചോദ്യങ്ങൾ വരാറുണ്ട് കേട്ടോ. ഇനി അതോറിറ്റിയുടെ ഉത്തരവിനെതിരെ ഉത്തരവ് കൈപ്പറ്റിയിട്ട് എത്ര ദിവസത്തിനകം പരാതിക്കാരന് ദേശീയ കമ്മീഷന് മുമ്പാകെ അപ്പീൽ ഫയൽ ചെയ്യാം? 30 ദിവസം. അതായത് കേന്ദ്ര ഉപഭോക്തൃ സംരക്ഷണ അതോറിറ്റിക്ക് അവർക്ക് പരാതിക്കാരന് മുമ്പിൽ എന്ത് ചെയ്യാം? എന്താണ് കറക്റ്റ് ആയിട്ടുള്ള അവർക്ക് വേണ്ടുന്ന കാര്യങ്ങളൊന്നും അതോറിറ്റിക്ക് ചെയ്തു കൊടുക്കാൻ പറ്റിയിട്ടില്ല എങ്കിൽ ദേശീയ ഉപഭോക്തൃ തർക്ക പരിഹാര കമ്മീഷന് മുമ്പാകെ അപ്പീല് ഫയൽ ചെയ്യാം. എത്ര ദിവസത്തിനുള്ളിൽ? 30 ദിവസത്തിനുള്ളിൽ. മനസ്സിലായല്ലോ? 30 ദിവസത്തിനുള്ളിൽ. ഇനി എന്തൊക്കെയാണ് ഈ ഉപഭോക്തൃ സംരക്ഷണ അതോറിറ്റിയുടെ പ്രവർത്തനങ്ങൾ? എന്തൊക്കെ വരും? സ്വമേധയാ അല്ലെങ്കിലോ പരാതിയുടെ അടിസ്ഥാനത്തില് ഉപഭോക്തൃ അവകാശങ്ങളെ കുറിച്ചിട്ടൊക്കെ അന്വേഷിക്കാനും ഉചിതമായ ഫോറം മുമ്പാകെ പരാതി ഫയൽ ചെയ്യുക. അതുപോലെ സുരക്ഷിതമില്ലാത്ത ചരക്കുകൾക്ക് സേവനങ്ങൾക്കുമെതിരെ ഉപഭോക്താക്കൾക്ക് സുരക്ഷാ അറിയിപ്പ് നൽകുക. ഉപഭോക്താക്കളുടെ അവകാശങ്ങളെ കുറിച്ചിട്ടൊക്കെ ഗവേഷണം നടത്താനും അതുപോലെ അവർക്ക് പ്രോത്സാഹനം നൽകാനും ഒക്കെ ചെയ്യുക, പ്രചരിപ്പിക്കുക. ഇതൊക്കെ ചെയ്യുക. അതുപോലെ തെറ്റായിട്ടുള്ളതോ തെറ്റിദ്ധരിപ്പിക്കുന്നതോ ആയ പരസ്യങ്ങൾ നിർത്തലാക്കാനോ അല്ലെങ്കിൽ അതൊക്കെ പരിഷ്കരിക്കാനോ ബന്ധപ്പെട്ട വ്യാപാരികളുമായും നിർമ്മാതാക്കളും പരസ്യദാതാവുമായി എന്നിവർക്കൊക്കെ നിർദ്ദേശം നൽകാനും ഒക്കെ ആർക്ക് അധികാരമുണ്ട്? കേന്ദ്ര ഉപഭോക്തൃ സംരക്ഷണ അതോറിറ്റിക്ക് അധികാരമുണ്ട്. ഇനി ഇവിടെ നമുക്ക് ഇ കൊമേഴ്സ്, ഇ ഫയലിംഗ്, ഉൽപ്പന്ന ബാധ്യത ഇത് പഠിക്കണം. ഇ കൊമേഴ്സ് 1900 ഇത് നല്ല രീതിയിൽ ശ്രദ്ധിക്കണേ. 1986 ഡിസംബർ 24 ഉപഭോക്തൃ സംരക്ഷണ നിയമത്തിൽ ഇ കൊമേഴ്സ് ഉൾപ്പെടുത്തിയിട്ടില്ല കേട്ടോ. ഇ കൊമേഴ്സ് ഉൾപ്പെടുത്തിയിട്ടില്ല. ഈ വ്യാപാരം എന്ന് പറയും കേട്ടോ. ഈ വ്യാപാരം അതായത് 2019 ഭേദഗതി വന്നല്ലോ. ഉപഭോക്തൃ സംരക്ഷണ നിയമം ഭേദഗതിയോടുകൂടി 2019 വന്നു. അതിൽ എന്ത് ചെയ്തു? ഇ കൊമേഴ്സ് ഉൾപ്പെടുത്തി. ഇതൊക്കെ ചോദിച്ചു കഴിഞ്ഞു കേട്ടോ. സ്റ്റേറ്റ്മെന്റ് വരും. അപ്പൊ 1986 ഇ കൊമേഴ്സ് അതിൽ ഉപഭോക്തൃ സംരക്ഷണ നിയമത്തിൽ ഉണ്ടായിരുന്നില്ല. പക്ഷെ 2019 എന്ത് ചെയ്തു? ഇ കൊമേഴ്സ് ഉൾപ്പെടുത്തി. ഓക്കെ ആണല്ലോ? ഇനി എന്താണ് പരാതികളുടെ ഇ ഫയലിംഗ് എന്ന് പറയുന്നത്? ഉപഭോക്താവിന്റെ താമസ സ്ഥലത്തോ ഇപ്പൊ ഞാന് ഒരു സാധനം വാങ്ങിച്ചു. ഇപ്പൊ എന്റെ നാട്ടിൽ നിന്നല്ല ഞാൻ സാധനം വാങ്ങിച്ചത്. ഞാനിപ്പോ മദ്രാസ് ആണെന്ന് വെക്കാം. ഓക്കെ, ഞാൻ എവിടെയാണ് ഇപ്പോ? മദ്രാസ് ആണെന്ന് വെക്കാം. ഞാൻ മദ്രാസിൽ നിന്ന് സാധനം വാങ്ങിച്ചു. അപ്പൊ എന്ത് ചെയ്യാം? എനിക്ക് മദ്രാസിൽ നിന്നുകൊണ്ട് തന്നെ, അല്ലാണ്ട് ഇപ്പൊ എനിക്ക് എൻ്റെ താമസ സ്ഥലത്ത് തന്നെ വന്നിട്ട് എനിക്ക് പരാതി കൊടുക്കണം എന്നൊന്നുമില്ല. ഉപഭോക്താവിന്റെ താമസ സ്ഥലത്തോ അല്ലെങ്കിൽ ജോലി സ്ഥലത്തോ അല്ലെങ്കിൽ അധികാര പരിധിയിലുള്ള ഉപഭോക്തൃ ഫോറത്തിലൂടെ പരാതി നൽകാൻ പുതിയ നിയമത്തിലൂടെ സാധിക്കും. ആദ്യത്തെ നിയമത്തിൽ പറ്റില്ല. പക്ഷെ എന്ത് ചെയ്യാം? എനിക്ക് ഒന്നുമില്ലെങ്കിൽ എൻ്റെ താമസ സ്ഥലത്ത് നിന്നുകൊണ്ട് തന്നെ എനിക്ക് എന്ത് ചെയ്യാം? പരാതി കൊടുക്കാം. അല്ലെങ്കിൽ ഞാൻ എവിടെയാണോ ജോലി ചെയ്യുന്നത് ആ സ്ഥലത്ത് നിന്നുകൊണ്ടും എന്ത് ചെയ്യാം? എനിക്ക് പരാതി കൊടുക്കാം. ഇനി എന്താണ് ഉൽപ്പന്ന ബാധ്യത എന്ന് പറയുന്നത്? 2019 നിയമപ്രകാരം
2019 നിയമം ഉൽപ്പന്ന ബാധ്യത എന്ന പുതിയ ആശയം അവതരിപ്പിച്ചു. ഇതൊന്നും ഏതിലില്ല? 1986 ഇല്ല കേട്ടോ. അപ്പൊ ഈ കൊമേഴ്സും 2019 വന്നതാണ്. ഈ ഫയലിംഗ് എന്താണ്? ആദ്യമൊന്നും ഇങ്ങനെ ഒരു സംവിധാനം ഇല്ല. എന്താണ്? താമസ സ്ഥലത്ത് വെച്ചിട്ട് തന്നെ കൊടുക്കാൻ പറ്റുള്ളൂ പരിഹാരം. പക്ഷെ പിന്നീട് എന്ത് ചെയ്തു? നമ്മൾ എവിടെയാണോ ഉള്ളത് അവിടെ തന്നെ ഉപഭോക്തൃ സംരക്ഷണ നിയമം നമുക്ക് എന്ത് ചെയ്യാം? പരാതി കൊടുക്കാം. പിന്നെ ഉൽപ്പന്ന ബാധ്യത എന്ന ആശയവും ഏതിലാണ്? 2019 നിയമത്തിലാണ് ഉൾപ്പെടുത്തിയത്. അതുകൊണ്ട് എന്താണ് ഇതിൽ പറയുന്നത്? നഷ്ടപരിഹാരത്തിനായിട്ടുള്ള ഏത് ക്ലെയിമിനും ഉൽപ്പന്ന നിർമ്മാതാവ്, ഉൽപ്പന്ന സേവനദാതാവ്, ഉൽപ്പന്ന വിൽപ്പനക്കാരൻ എന്നിവരെ അതിന്റെ പരിധിയിൽ കൊണ്ടുവരികയും ചെയ്യുന്നു. ഇനി തെറ്റിദ്ധരിപ്പിക്കുന്ന പരസ്യത്തിന് പിഴയുണ്ട് കേട്ടോ. തെറ്റിദ്ധരിപ്പിക്കുന്ന അല്ലെങ്കിൽ തെറ്റായ പരസ്യത്തിന് ഓക്കെ, അതായത് ഒന്നുമില്ലെങ്കിൽ നിർമ്മാതാക്കൾക്കോ അല്ലെങ്കിൽ അത് സപ്ലൈ ചെയ്യുന്നവർക്കൊക്കെ എന്ത് ചെയ്യണം? എത്ര ലക്ഷം രൂപയാണ് തെറ്റിദ്ധരിപ്പിക്കുന്നതിന് പിഴ? 10 ലക്ഷം കേട്ടോ. 10 ലക്ഷം രൂപ വരെ പിഴ ചുമത്താനോ അല്ലെങ്കിൽ 1 വർഷം വരെ ഏതെങ്കിലും ഉൽപ്പന്നത്തിനോ സേവനത്തിനോ എന്ത് ചെയ്യാണ്? അത് നിർത്തലാക്കാനുള്ള അധികാരം എന്തുണ്ട്? ഈ പിഴ ഈടാക്കാനുള്ള ഈ കോടതികൾക്ക് അല്ലെങ്കിൽ ഈ കമ്മീഷനൊക്കെ അധികാരം ഉണ്ട്. അല്ലെങ്കിൽ 2019 ഉപഭോക്തൃ സംരക്ഷണ നിയമപ്രകാരം തെറ്റിദ്ധരിപ്പിക്കുന്ന പരസ്യത്തിന് 10 ലക്ഷം രൂപ വരെ പിഴ ഈടാക്കുന്നതാണ്. ഇനി എന്തൊക്കെയാണ് ഉപഭോക്താക്കളുടെ അവകാശങ്ങൾ? എന്തൊക്കെയായിരിക്കും ഉപഭോക്താക്കളുടെ അവകാശങ്ങൾ? സുരക്ഷിതത്വത്തിനുള്ള അവകാശമുണ്ട്, അറിയിക്കാനുള്ള അവകാശമുണ്ട്, പരിഹാരം തേടാനുള്ള അവകാശമുണ്ട്, തെരഞ്ഞെടുക്കാനുള്ള, അപ്പൊ ഇഷ്ടപ്പെട്ട സാധനങ്ങൾ അത് അവർ തന്നെ തീരുമാനിക്കും. നമുക്ക് ഇഷ്ടമുള്ളത് നമ്മൾ തന്നെ തെരഞ്ഞെടുക്കാനുള്ള അവകാശമുണ്ട്, കേൾക്കാനുള്ള അവകാശമുണ്ട്, അതുപോലെ ഉപഭോക്തൃ വിദ്യാഭ്യാസത്തിനുള്ള അവകാശമുണ്ട്. ഇതൊക്കെ നമുക്ക് എന്ത് ചെയ്യാം? കോമൺ ആയിട്ട് മനസ്സിലാക്കാവുന്നതേ ഉള്ളൂ. ഓക്കെ, എന്തൊക്കെയാണ് ഉപഭോക്താക്കളുടെ അവകാശങ്ങളിൽ എന്തൊക്കെ പെടും? ഒന്ന് പറഞ്ഞുതരാം. സുരക്ഷിതത്വത്തിനുള്ള അവകാശമുണ്ട്, അറിയിക്കാനുള്ള അവകാശമുണ്ട്, പരിഹാരം തേടാനുള്ള അവകാശമുണ്ട്, തെരഞ്ഞെടുക്കാനുള്ള അവകാശമുണ്ട്, കേൾക്കാനുള്ള അവകാശമുണ്ട്, പ്രാതിനിധ്യത്തിനുള്ള അവകാശമുണ്ട്, ഉപഭോക്തൃ വിദ്യാഭ്യാസത്തിനുള്ള അവകാശമുണ്ട്. ഓക്കെ, ഇതൊക്കെ എന്താണ്? ഉപഭോക്താക്കളുടെ അവകാശങ്ങളാണ്. ഇനി ഇതുമായിട്ട് ഈ ഉപഭോക്തൃ സംരക്ഷണ നിയമവുമായി ബന്ധപ്പെട്ട അനുബന്ധ നിയമങ്ങൾ, ഇതൊക്കെ SCRT കിടക്കുന്നതാണ് കേട്ടോ. സാധന വിൽപ്പന നിയമം, ഈ വർഷങ്ങളൊക്കെ പഠിക്കുന്ന ചോദിച്ച ക്വസ്റ്റ്യൻ ആണ്. സാധന വിൽപ്പന നിയമം 1930 സാധനങ്ങൾ വാങ്ങുന്നതിനുള്ള വ്യവസ്ഥകൾ പാലിക്കുന്നുവെന്ന് ഉറപ്പുവരുത്തുന്ന നിയമമാണ്. എന്താണ്? സാധനങ്ങൾ വാങ്ങുന്നതിനുള്ള വ്യവസ്ഥകൾ പാലിക്കപ്പെടുന്നുവെന്ന് ഉറപ്പുവരുത്തുന്ന നിയമമാണ്. ഗ്യാരണ്ടി, വാറണ്ടി എന്നൊക്കെ പറയാറില്ലേ? അതൊക്കെ എന്താണ്? ഇതിൽ ഉൾപ്പെടും. ഇനി കാർഷികോൽപ്പന്ന നിയമം 1937, അതായത് ഗ്രേഡിംഗ് സമ്പ്രദായം ഉണ്ടല്ലോ, കാർഷികോൽപ്പന്നങ്ങളുടെ നിലവാരം നിശ്ചയിക്കുന്ന നിയമമാണ്. നിലവാരം നിശ്ചയിക്കുന്ന നിയമം. ചുമ വിട്ടിട്ടില്ല കേട്ടോ. പനി ഒന്നും ഇതായിട്ടൊന്നും ചുമ ജലദോഷമൊക്കെ ഉണ്ട്. അതുകൊണ്ട് അതിൻ്റെതായിട്ടുള്ള ഡിസ്റ്റർബ് ഉണ്ട്, ക്ഷമിക്കണം കേട്ടോ. അതുപോലെ ആവശ്യ സാധന നിയമം 1955. എന്താണ് ആവശ്യ സാധന നിയമം? കൊള്ളലാഭം, പൂഴ്ത്തിവെപ്പ്, കരിഞ്ചന്ത എന്നിവയിൽ നിന്നൊക്കെ ഉപഭോക്താവിന് സംരക്ഷണ നൽകുന്ന നിയമമാണ് ആവശ്യ സാധന നിയമം. കൊള്ളലാഭം, പൂഴ്ത്തിവെപ്പ്. അപ്പൊ നമ്മൾ നോക്കിക്കേ, ഒരു ഉദാഹരണം പറഞ്ഞുതരാം. നമ്മളെ ഈ ഒരു കുറച്ച് മാസങ്ങൾക്ക് മുമ്പ് നമ്മൾ ഈ ഉള്ളിയുടെ വില അല്ലെ, വലിയ ഉള്ളിയുടെ വില നല്ല രീതിയിൽ കുതിച്ചിട്ടുണ്ടായിരുന്നു. അന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അത് സ്വർണത്തിന് ഇത്ര വിലയില്ല എന്നൊക്കെ പറഞ്ഞ് നമ്മൾ പറയാറുണ്ടായിരുന്നു അല്ലെ. അതുപോലെ തക്കാളി ഇടയ്ക്കൊക്കെ നല്ല രീതിയിൽ വില കൂടുതലുണ്ടായിരുന്നു. ലോറിയൊക്കെ ആക്രമിച്ച് തക്കാളിയൊക്കെ പിടി എന്നൊക്കെ പറഞ്ഞൊക്കെ നമ്മൾ ന്യൂസിൽ കേട്ടതാണ് അല്ലെ. അതൊക്കെ എന്താണ്? അവിടെ പൂഴ്ത്തിവെപ്പ് നടത്തുകയാണ് അല്ലെ. എന്തിനാണ് അങ്ങനെ പൂഴ്ത്തി വെക്കുന്നത്? അവർ എന്നിട്ട് അത് ആ നല്ല വിലയ്ക്ക് എന്ത് ചെയ്യണം? നല്ല രീതിയിൽ അത് സെയിൽ ചെയ്യണം. അപ്പൊ നമുക്ക് എന്ത് ചെയ്യില്ല? ആവശ്യത്തിന് നമുക്ക് സാധനങ്ങൾ ലഭിക്കോ? ഇല്ല. അപ്പൊ ഇതൊക്കെ ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ് ആവശ്യ സാധന നിയമം 1955 കൊണ്ടുവന്നത്. ഇനി 1976 അളവ് തൂക്ക നിലവാര നിയമം. അളവിലും തൂക്കത്തിലുമുള്ള കബളിപ്പിക്കലുകൾ തടയുന്നതിന് വേണ്ടിയിട്ടുള്ള നിയമം അല്ലെ. ത്രാസിന്റെ അടിയിലൊക്കെ ഇങ്ങനെ എന്താ പറയാ, 1000 ഗ്രാം ഉണ്ടെങ്കിൽ 900 ഗ്രാം ഒക്കെ ആക്കാൻ വേണ്ടിയിട്ട് അടിയിൽ എന്തൊക്കെ ഒട്ടിക്കുന്നൊക്കെ പറയുന്നതായിട്ടുണ്ട് അല്ലെ. ഓക്കെ, അളവ് തൂക്ക നിലവാര നിയമം. പിന്നെ ആവശ്യ സാധന ഭേദഗതി നിയമം 2020. അതായത് 1955 ആവശ്യ സാധന നിയമം എന്ത് ചെയ്തു? ഭേദഗതി ചെയ്തു. എപ്പോ? 2019. ഓക്കെ, എന്താണ്? ഭേദഗതി ചെയ്തു. ഇത് പ്രാബല്യത്തിൽ വന്നത് 2020 ജൂൺ മാസം 5-നാണ് കേട്ടോ. 2020 ജൂൺ 5-നാണ് ആവശ്യ സാധന ഭേദഗതി നിയമം എന്ത് ചെയ്തത്? നിലവിൽ വന്നത്.
ഇനി പരാതിക്ക് ഇല്ലേ, നമ്മൾ പരാതി കൊടുക്കുന്ന സമയത്ത് ഫീസ് എങ്ങനെയാണ്, ഫീസ് ഇല്ല അങ്ങനെ പറയാറുണ്ടല്ലേ, നമ്മൾ റിസർട്ടിലൊക്കെ നമുക്ക് എന്തെങ്കിലും പഠിക്കാറുണ്ട് അല്ലേ. 5 ലക്ഷം രൂപ വരയ്ക്കുള്ള സാധനത്തിനാണ് നമ്മൾ പരാതി കൊടുക്കുന്നത് എങ്കിൽ നമുക്ക് എന്തില്ല, ഒരു പരാതി കൊടുക്കുന്ന സമയത്ത് നമുക്ക് ഫീസ് ഇല്ല കേട്ടോ, 5 ലക്ഷം വരെയാണെങ്കിൽ അല്ലേ. ഇനി 5 ലക്ഷം മുതൽ എത്ര ലക്ഷം വരെ, 10 ലക്ഷം വരെയാണെങ്കിൽ നമുക്ക് കൊടുക്കേണ്ട ഫീസ് എത്രയാണ്, നമ്മളൊരു പരാതി കൊടുക്കുന്ന സമയത്ത് അവിടെ 200 രൂപ നമ്മൾ അടയ്ക്കണം. ഇനി 10 ലക്ഷം മുതൽ 20 ലക്ഷം വരെയാണെങ്കിലോ 200ന്റെ ഇരട്ടി 400. ഇനി 20 ലക്ഷം മുതൽ എത്ര വരെയാണ്, 50 ലക്ഷം വരെ രൂപയ്ക്കുള്ളതാണ് നമ്മൾ പരാതി കൊടുക്കുന്നതെങ്കിൽ അവിടെ 1000 രൂപയാണ്. ഇനി 50 ലക്ഷം മുതൽ 1 കോടി വരെയാണെങ്കിൽ എത്രയാകും, 2000 രൂപയാകും. ഓക്കെ, 2000 രൂപയാകും. ഇനി 1 കോടി ടു 2 കോടി ആകുമ്പോൾ അവിടെ 2500. ഇനി 2 കോടി മുതൽ 4 കോടി വരെ ആണെങ്കിൽ അവിടെ 3000 രൂപയാകും. ഇനി 4 കോടി മുതൽ 6 കോടി വരെ ആണെങ്കിൽ അവിടെ 4000 രൂപയാകും. ഇനി 6 കോടി മുതൽ 8 കോടി വരെയാണെങ്കിൽ അവിടെ എത്രയാകും, 5000 രൂപയാകും. ഇനി 8 കോടി മുതൽ 10 കോടി വരെ 6000 രൂപയാകും. 10 കോടിക്ക് മുകളിലാണെങ്കിൽ അവിടെ 7500 രൂപയാകും. ഇതൊക്കെ പഠിക്കാൻ ഇത് നോക്കിയേ, 2 4 3000, ഓക്കെ, 4 6 4000, 6 8 5000, ഓക്കെ, ഓക്കെ. ഇനി 8 10 6 10 കോടിക്കാകുമ്പോൾ 7500. ഇതാണ് ഫീസിന്റെ നിരക്ക്. ഇനി സംരക്ഷണ കൗൺസിലുകളുണ്ട്. അതും എങ്ങനെയാണ്, ത്രിതല സംരക്ഷണ കൗൺസിൽ നമ്മൾ നേരത്തെ പഠിച്ചില്ലേ, ഏതൊക്കെയാണ്, ജില്ലാതല അല്ലെ, ജില്ലാതലത്തിലുണ്ട്, അതുപോലെ സംസ്ഥാന തലത്തിലും സംരക്ഷണ കൗൺസിൽ ഉണ്ട്, അതുപോലെ കേന്ദ്ര തലത്തിലുമുണ്ട് അല്ലെ, കേന്ദ്ര തലത്തിലും ഉണ്ട്. ഓക്കെ, ജില്ലാ സംസ്ഥാന കേന്ദ്രം. ഈ ദേശീയ തലത്തിലാകുമ്പോൾ അതിന്റെ അധ്യക്ഷൻ ആരായിരിക്കും, കേന്ദ്രത്തിലെ ഉപഭോക്തൃ വകുപ്പിന്റെ ചുമതലയുള്ള മന്ത്രിയായിരിക്കും ട്ടോ. കേന്ദ്രത്തിലെ ഉപഭോക്തൃ വകുപ്പ് കൈകാര്യം ചെയ്യുന്ന മന്ത്രിയായിരിക്കും കേന്ദ്ര ഉപഭോക്തൃ സംരക്ഷണ കൗൺസിലിന്റെ അധ്യക്ഷൻ. അപ്പൊ സംസ്ഥാനമാകുമ്പോൾ ആരായിരിക്കും, സംസ്ഥാന സർക്കാരിന്റെ ഉപഭോക്തൃ കാര്യങ്ങളുടെ ചുമതലയുള്ള അവിടുത്തെ മന്ത്രിയായിരിക്കും. എങ്കിൽ ജില്ല ആരായിരിക്കും, ചെയർപേഴ്സൺ എപ്പോഴും ആരായിരിക്കും, ജില്ലാ കളക്ടർ. ആരാണ്, ജില്ലാ കളക്ടർ. ഓക്കെ, ജില്ലാ സംരക്ഷണ കൗൺസിലിന്റെ അധ്യക്ഷൻ ജില്ലാ കളക്ടറും സംസ്ഥാന സംരക്ഷണ കൗൺസിലിന്റെ അധ്യക്ഷൻ സംസ്ഥാനത്തെ ഉപഭോക്തൃ വകുപ്പ് കൈകാര്യം ചെയ്യുന്ന മന്ത്രിയും. കേന്ദ്ര തലത്തിലാകുമ്പോൾ കേന്ദ്ര സംരക്ഷണ കൗൺസിലില് കേന്ദ്രത്തിലെ ഉപഭോക്തൃ സംരക്ഷണ ആരായിരിക്കും, കേന്ദ്ര തലത്തില് ആരാണോ ഉപഭോക്തൃ വകുപ്പ് കൈകാര്യം ചെയ്യുന്നത് അവിടെ മന്ത്രിയായിരിക്കും. അപ്പൊ ഇനി ആരൊക്കെയാണ് പരാതിക്കാരൻ, നമ്മൾ നേരത്തെ പഠിച്ചതാണ് അല്ലെ. പരാതിക്കാരനിൽ ആരൊക്കെ ഉൾപ്പെടാം, ആർക്കൊക്കെ പരാതി കൊടുക്കാം, ഒരു ഉപഭോക്തൃ സംരക്ഷണ നിയമപ്രകാരം ആർക്കൊക്കെ പരാതി കൊടുക്കാം, ഒരു ഉപഭോക്താവിന്. നമ്മൾ നേരത്തെ പറഞ്ഞതാണ് കേട്ടോ, അത് നമ്മൾ പഠിച്ചതാണ്. ഒരു ഉപഭോക്താവിന് പരാതി കൊടുക്കാം, അല്ലെങ്കിൽ ഏതെങ്കിലും നിയമപ്രകാരം രജിസ്റ്റർ ചെയ്ത സന്നദ്ധ ഉപഭോക്തൃ അസോസിയേഷന് എന്ത് ചെയ്യാം, പരാതി കൊടുക്കാം, അല്ലെങ്കിൽ കേന്ദ്ര ഗവൺമെന്റിന് പരാതി കൊടുക്കാം, അല്ലെങ്കിൽ സംസ്ഥാന ഗവൺമെന്റിനും പരാതി കൊടുക്കാം, കേന്ദ്ര അതോറിറ്റിക്ക് പരാതി കൊടുക്കാം. ഓക്കെ, കേന്ദ്ര അതോറിറ്റിക്കും അതുപോലെ ഒരു ഉപഭോക്താവിന് മരണം സംഭവിച്ചാൽ അവന്റെ നിയമപരമായിട്ടുള്ള പ്രതിനിധിക്ക് എന്ത് ചെയ്യാം, പരാതി കൊടുക്കാം. ഒരു ഉപഭോക്താവ് പ്രായപൂർത്തിയാകാത്ത ആളാണെങ്കിലോ അവന്റെ മാതാപിതാക്കളോ അല്ലെങ്കിൽ രക്ഷിതാവോ, മാതാപിതാക്കളോ അല്ലെങ്കിൽ ആരാണ്, രക്ഷിതാക്കോ പരാതി കൊടുക്കാം. ഇനി ഉപഭോക്താക്കളുടെ താല്പര്യങ്ങളൊക്കെ സംരക്ഷിക്കാൻ വേണ്ടിയിട്ട് ഭരണതലത്തിൽ ഒരുക്കിയിട്ടുള്ള ചില സംവിധാനങ്ങളാണ് ലീഗൽ മെട്രോളജി വകുപ്പ്, ഫുഡ് സേഫ്റ്റി ആൻഡ് സ്റ്റാൻഡേർഡ് അതോറിറ്റി ഓഫ് ഇന്ത്യ, ഡ്രഗ്സ് കൺട്രോൾ വകുപ്പ്, കേന്ദ്ര ഔഷധ വില നിയന്ത്രണ കമ്മിറ്റി, ഭക്ഷ്യസുരക്ഷാ വകുപ്പ്. അപ്പൊ ലീഗൽ മെട്രോളജി വകുപ്പ് എന്താണ്, അളവ് തൂക്ക നിലവാരം ഉറപ്പുവരുത്തുന്നു. ലീഗൽ മെട്രോളജി വകുപ്പ് അളവ് തൂക്ക നിലവാരം ഉറപ്പുവരുത്തുന്നു. ഫുഡ് സേഫ്റ്റി എന്ന് പറയുമ്പോൾ അതിൽ തന്നെ ഉണ്ടല്ലോ, ഉൽപാദനവും വിതരണം തുടങ്ങിയവ വിവിധ ഘട്ടങ്ങളിൽ ഭക്ഷ്യവസ്തുക്കളുടെ ഗുണനിലവാരം ഉറപ്പുവരുത്തുന്നത് ഫുഡ് സേഫ്റ്റി ആൻഡ് സ്റ്റാൻഡേർഡ് അതോറിറ്റി ഓഫ് ഇന്ത്യ. ഇതൊക്കെ ഈ വാക്കിൽ തന്നെ ഉണ്ട്. ഡ്രഗ്സ് കൺട്രോൾ വകുപ്പ് എന്താണ്, മരുന്നുകളുടെ
ഗുണനിലവാരം, ഡ്രഗ്സ് പറയുമ്പോൾ അറിയില്ലേ, മരുന്നുകളുടെ ഗുണനിലവാരത്തിനാണ് ഇത്. കേന്ദ്ര ഔഷധ വില നിയന്ത്രണ കമ്മിറ്റി എന്തിനായിരിക്കും? മരുന്നുകളുടെ വില നിയന്ത്രിക്കാൻ വേണ്ടിയിട്ടാണ്. ഇനി ഭക്ഷ്യസുരക്ഷാ വകുപ്പ് എന്തിനാണ്? ഭക്ഷ്യവസ്തുക്കളുടെ ഗുണമേന്മ ഉറപ്പുവരുത്തുന്നതിന് വേണ്ടിയിട്ടാണ്. ഏത്? ഭക്ഷ്യസുരക്ഷാ വകുപ്പ് പറയുന്നത്. ഓക്കെ ആണല്ലോ. അപ്പൊ നിങ്ങൾക്ക് തീർച്ചയായിട്ടും ക്ലാസ് ഒരു പകുതി ക്ലാസ് കാണാം, എന്നിട്ട് ഒന്ന് മനസ്സൊക്കെ ഒന്ന് ഏകാഗ്രതയൊക്കെ കൊടുത്ത് നല്ല രീതിയിൽ റിലാക്സ് ചെയ്തിട്ട് ആ ഉപഭോക്തൃ പരാതിക്കാരൻ പറയുമ്പോൾ ഇന്ന ആൾക്കാരൊക്കെ വരും. ത്രിതല ഉപഭോക്തൃ കമ്മീഷൻസ് ജില്ലാ തലത്തിൽ, സംസ്ഥാന തലത്തിൽ, കേന്ദ്ര തലത്തിലുണ്ട്. ജില്ലാ തലത്തിലാകുമ്പോൾ പ്രസിഡന്റും 2 ആളുമാണ്. സംസ്ഥാന തലമാകുമ്പോൾ കേന്ദ്ര തലമാകുമ്പോൾ പ്രസിഡന്റ് 4 അംഗങ്ങളും വരും. അങ്ങനെ എന്ത് ചെയ്യാ? ഒന്ന് മനസ്സിലെത്തി പഠിക്കുക കേട്ടോ. പ്രസിഡന്റ് ആകാൻ ജില്ലാ ജഡ്ജി ആയിരിക്കണം. സംസ്ഥാന തലമാകുമ്പോൾ ഹൈക്കോടതി ജഡ്ജി ആയിരിക്കണം. കേന്ദ്രമാകുമ്പോൾ സുപ്രീം കോടതി ജഡ്ജി ആയിരിക്കണം. പക്ഷെ ഇവിടെയൊക്കെ ഇവരെ നിയമിക്കുമ്പോൾ ഏതാണ്? സുപ്രീം കോടതി ജഡ്ജി ആയിരിക്കണം പറയുമ്പോൾ അവിടെ സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസിന്റെ കൂടിയാലോചനയ്ക്കായിരിക്കണം. ഹൈക്കോടതി ജഡ്ജി ആകുമ്പോൾ ഹൈക്കോടതി ചീഫ് ജസ്റ്റിസുമായിട്ട് കൂടിയാലോചിക്കണം. അങ്ങനെ എന്ത് ചെയ്യാ? മനസ്സിലെത്തിയിട്ട് ഒന്ന് മനസ്സിലിങ്ങനെ ഉപഭോക്തൃ സംരക്ഷണ നിയമത്തിൽ നമ്മളൊരു ഉപഭോക്താവായിട്ട് നമ്മൾ മനസ്സിൽ കാണുക, നമ്മളൊരു സാധനം വാങ്ങിച്ചതായിട്ട് മനസ്സിൽ കാണുക. എന്നിട്ട് നമുക്ക് അതിൽ കുറെ തെറ്റുകൾ, നമുക്ക് കുറെ പലത് വന്നു, അപ്പൊ നമ്മളൊരു കോടതിയെ സമീപിക്കുകയാണ്, അവകാശം നേടുകയാണ് എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മൾ മനസ്സിലാക്കി പഠിക്കണം കേട്ടോ. അപ്പൊ ഓക്കെ, തീർച്ചയായിട്ടും നമുക്കിനി അടുത്തൊരു ക്ലാസ്സായിട്ട് വീണ്ടും കാണാം. അപ്പൊ ഞാൻ വീണ്ടും പറയണം, നല്ല രീതിയിൽ റിവിഷൻ ചെയ്യുക. എങ്ങനെയാണ് ദേശാടന പക്ഷികൾ ഇങ്ങനെ കാലത്തിനനുസരിച്ച് രാജ്യങ്ങൾ സന്ദർശിച്ചു പോകുന്ന പോലെ പല യൂട്യൂബ് ചാനലുകൾ കയറി ഇറങ്ങണം. വേണ്ടാന്ന് ഞാൻ ഒരിക്കലും പറയില്ല. ഓക്കെ, ക്ലാസ്സുകൾക്ക് ഒരു ടോപ്പിക്ക് പഠിക്കുന്ന സമയത്ത് ആ ടോപ്പിക്കിനെ സംബന്ധിച്ച് ഇനിയും കൂടുതൽ പോയിന്റ് കിട്ടുമോ എന്ന് അന്വേഷിക്കാൻ വേണ്ടിയിട്ടൊക്കെ നമുക്ക് ചാനൽ കാണാം, വേണം, ഒക്കെ ആണ്. പക്ഷെ ഇതൊരു അതൊരു ഇത് തന്നെയാണ് എന്ന് പറഞ്ഞിട്ട് എടുത്തിട്ട് എങ്ങനെയാണ് മാസം ഇപ്പോൾ 800 രൂപ റീചാർജ് ഉണ്ടെങ്കിൽ അത് മുതലാക്കണം എന്ന് പറഞ്ഞിട്ട് ചാനലുകൾ കയറി ഇറങ്ങിയിട്ട് നടന്നാൽ ഓക്കെ, നമുക്ക് ആർക്കും നഷ്ടം വരില്ല, നമുക്ക് തന്നെ നഷ്ടം വരുള്ളൂ. അത് മനസ്സിലാക്കുക. ദിവസങ്ങൾ കടന്നു പോകുന്നു, ഫെബ്രുവരി ആയി, നമ്മൾക്ക് വേഗം ടോപ്പിക്ക് കഴിയേണ്ട. നമ്മളറിയാലോ, നമ്മൾ എത്ര ടോപ്പിക്ക് കഴിഞ്ഞു? ഭരണ സംവിധാനം കഴിഞ്ഞിട്ടുണ്ട്, എക്കണോമിക്സുകൾ കഴിഞ്ഞിട്ടുണ്ട്, സുപ്രധാന നിയമങ്ങളുടെ ക്ലാസ് പോകണം, ഇന്ത്യൻ ഹിസ്റ്ററിയിൽ ചെയ്തു വെച്ചിട്ടുണ്ട്, ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ, ഇന്ത്യൻ ജോഗ്രഫി, ഇതൊക്കെ നല്ല രീതിയിൽ റിവിഷൻ വന്ന മാർക്ക് ഇപ്പൊ തന്നെ നിങ്ങൾക്ക് 40 മാർക്കിന്റെ അടുത്ത് ഇപ്പൊ തന്നെ GK വിഭാഗത്തിൽ നിങ്ങളുടെ കൈകളിലുണ്ട്. 25 പ്രീവിയസ് ക്വസ്റ്റ്യൻ ഇട്ടിട്ടുണ്ട്. ഇത്രയും സിലബസ് ബേസ് ചെയ്തിട്ട് അതും പോരാ, എനിക്ക് മനസ്സിന് സംതൃപ്തി വരാതെയാണ് ഞാൻ ഈ സിലബസ് ബേസ് ആയിട്ട് ഇത്രയും ഡീപ്പായിട്ട് ക്ലാസ് തന്നിട്ടോ ഡിഗ്രി ലെവൽ തരണം ഞാൻ ഓരോ ടോപ്പിക്കും ചെയ്തു തരുന്നത്. എന്നിട്ടും അതിന് മനസ്സിന് സംതൃപ്തി വരാണ്ടാണ് ഇതിൽ നിന്ന് വീണ്ടും ഹോട്ട് ടോപ്പിക്സ് ആയിട്ട് ഞാൻ വീണ്ടും ഓരോ ടോപ്പിക്കുകൾ എടുത്തെടുത്ത് തരുന്നത്. അപ്പൊ നല്ല രീതിയിൽ പഠിച്ച് 100% ഞാൻ പറയുന്നുണ്ട്, തരുന്ന ടോപ്പിക്കുകൾ വൃത്തിയായിട്ട് പഠിക്കുക. ഓക്കെ, ബാക്കിയുള്ള ടൈമൊക്കെ നിങ്ങൾ വേറെ ടോപ്പിക്കുകൾ വേഗം പഠിച്ച് മാറ്റുക. ഓക്കെ, അപ്പൊ അടുത്ത ക്ലാസ്സിൽ വീണ്ടും കാണാം. എല്ലാ കൂട്ടുകാർക്കും ഒരുപാട് നന്ദി. ഓക്കെ, ഇവിടെ ഒന്ന് പറയാൻ വിട്ടിട്ടുണ്ടായിരുന്നു, അതുകൊണ്ട് ഒരു സ്ലൈഡും കൂടി ഒന്നും കൂടി ചേർത്ത് തന്നാണ്. അക്മാർക്ക് എന്താണ്? അക്മാർക്ക് എന്ന് പറയുന്നത് കാർഷിക വന ഉൽപ്പന്നങ്ങളുടെ ഗുണമേന്മ, അല്ലെ, കാർഷിക ഉൽപ്പന്നങ്ങളുടെ ഗുണമേന്മ ഉറപ്പുവരുത്താനാണ് ഇത് പറഞ്ഞ അക്മാർക്ക്. പിന്നെ ISI മുദ്ര, അല്ലെ, BIS ഉൽപ്പന്നങ്ങളുടെ നിശ്ചിത ഗുണനിലവാരം ഉറപ്പാക്കുന്നതിന് ISI മുദ്ര നൽകുന്നു. ബ്യൂറോ ഓഫ് ഇന്ത്യൻ സ്റ്റാൻഡേർഡ് ഉൽപ്പന്നങ്ങളുടെ നിശ്ചിത ഗുണനിലവാരം ഉറപ്പാക്കാനാണ് ISI മുദ്ര. എന്താണ് ISO പറയുന്നത്? ഇന്റർനാഷണൽ ഓർഗനൈസേഷൻ ഫോർ സ്റ്റാൻഡേർഡൈസേഷൻ, അല്ലെ. ഇന്ത്യയടക്കം 120 രാഷ്ട്രങ്ങളിലെ സാധനങ്ങളുടെയും സേവനങ്ങളുടെയും ഗുണമേന്മ സാക്ഷ്യപ്പെടുത്തുന്നത് ആരാണ്? ഈ ISO ആണ്. ഇനി എന്താണ് BIS? ബ്യൂറോ ഓഫ് ഇന്ത്യൻ സ്റ്റാൻഡേർഡ്, അല്ലെ. സ്വർണ്ണാഭരണങ്ങളുടെ പരിശുദ്ധി, BIS ഹോൾമാർക്ക് പറയാറുണ്ട്, അല്ലെ. ഏതാണ്? ഗോൾഡ് കേട്ടോ. സ്വർണ്ണാഭരണങ്ങളുടെ പരിശോധനയെ സൂചിപ്പിക്കാനാണ് BIS. ഇനി എന്താണ്? CE ഇലക്ട്രോണിക് ഉപകരണങ്ങളുടെ സുരക്ഷ സാധ്യമാക്കുന്നത് ഏതാണ്? CE ആണ്. ഇനി FPO എന്താണ്? ഫ്രൂട്ട് പ്രൊട്ടക്റ്റഡ് ഓർഡർ, പഴവർഗ്ഗങ്ങളിൽ നിന്നും പച്ചക്കറികളിൽ നിന്നുള്ള ഉൽപ്പന്നങ്ങളുടെ സുരക്ഷിതത്വവും നിലവാരവും ഒക്കെ സാക്ഷ്യപ്പെടുത്തുന്നത് FPO ആണ്.